എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, കഴിഞ്ഞ 2 രാത്രി വളരെ ശക്തമായി ഇവിടെ ശുശ്രൂഷ ചെയ്തു. ഇന്ന് രാത്രിയിൽ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ശാന്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. ഈ പ്രാവശ്യത്തെ ഈ സുവിശേഷ യോഗത്തിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ വാക്യമാണ് വായിച്ചത്. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവെടുത്ത് കർത്തൃദാസി ഒരിക്കൽ കൂടി വായിച്ചാട്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. മതി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. യേശു പറഞ്ഞ കാര്യമാണ്. താഴത്തെ വാക്യവും സംഭവം പറയുന്നില്ല. അപ്പൊ യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞതാ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാരും എഴുന്നേറ്റിട്ടില്ല. ഇന്ന് രാത്രി അല്പസമയങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, എന്തുകൊണ്ടാണ് യോഹന്നാൻ വലിയവനായത്? ഇന്ന് രാത്രിയിലെ വിഷയം അതാ. യോഹന്നാൻ വലിയവനാകാൻ കാരണം, നമുക്കെല്ലാവർക്കും വലിയവരാകാനാണ് ഇഷ്ടം. ആർക്കും ചെറുതാകാൻ ഇഷ്ടമില്ല. ഇപ്പം സഭയിലാണെങ്കിലും വലിയവനാകാനാ ഇഷ്ടം, വീട്ടിലാണെങ്കിലും വലിയവരാകാനാ ഇഷ്ടം, നാട്ടിലാണെങ്കിലും വലിയവനാകാനാ. അത് പല നിലകളിലാന്നേ ഉള്ളൂ. അതിന് നമ്മൾ എന്ത് കാര്യങ്ങൾ വേണം ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യും, സൂത്രവഴികൾ ഒപ്പിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഇപ്പം കൺവെൻഷൻ നടക്കില്ല, സുവിശേഷ യോഗമല്ലേ. അപ്പം ഇത് തന്നെ സുവിശേഷ മഹായോഗമാണ്. അപ്പം നല്ല ബാനറാണ്, നന്നായിരിക്കുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ബാനർ കെട്ടുകയില്ല, എല്ലാം പവറ്, ഫയറ്, തീയ്, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊക്കെയായിപ്പോൾ. പട്ടുപിടിച്ചവന്മാർ ഒത്തിരി ഉണ്ട്. നന്നായിരിക്കുന്നു. സുവിശേഷ മഹായോഗം. പണ്ടൊരു യോഗത്തിൻ്റെ ബാനർ കിട്ടി, ഡുനാമീസ്. ഒരു തള്ള ചോദിച്ചു, എന്താ കുന്തവാന്ന് ചോദിച്ചു. ഡുനാമീസ് മനുഷ്യന് മനസ്സിലാകണ്ടേ. ഇത് നന്നായിരിക്കുന്നു. അപ്പം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ നടക്കുമ്പം എല്ലായിടത്തും വല്ല ചിലയിടത്ത് ചില ആൾക്കാർ കൂടെ വന്ന് അധ്യക്ഷൻ്റെ ചെവിയിൽ ഒരു വലിയ ബാഡ്ജുമൊക്കെ കുത്തി, മുഴുത്ത ജിബ്ബായുമൊക്കെ ഇട്ട് വന്ന്, അപ്പം ഇരിക്കുന്ന മഹാജനങ്ങൾ മുഴുവൻ ഓർത്തോണം, പുള്ളി ഇവിടുത്തെ വലിയവൻ. അതാ കൂടെ ഒന്നുമല്ല ഒന്ന് ചെന്ന് പറയുന്നത് വിശേഷമൊന്നുമില്ലെന്നാണ്. യവനെ ഒന്നും ഏൽപ്പിച്ചതുമല്ല, എന്നാലും അങ്ങ് ചുമ്മാ കയറി കണ്ടിട്ടില്ലേ ആ ചായനെ ഉണ്ട്. അപ്പം ഇരിക്കുന്ന മഹാജനം മുഴുവൻ ഓർത്തോണം, ഈ പുള്ളിയാ ഇവിടുത്തെ വലിയവൻ. കണ്ടിട്ടില്ലേ? സ്ഥലം പറയണോ? ഇനി വേണോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലും ഇപ്പം മിണ്ടുകയില്ല. ഈ കയറി ചെന്നവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവനല്ല. അവൻ കൺവെൻഷൻ ആകുമ്പോൾ മുഴുത്ത ബാഡ്ജുമൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണാം, കൂടെ കയറും. സഭയിലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ ഇവനോ ഇവൻ്റെ വീട്ടുകാരോ സമ്മതിക്കുന്നവരുമല്ല, എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ എല്ലാവരും ധരിച്ചോണം, പുള്ളിയായി ഇവിടുത്തെ വലിയവൻ. മനുഷ്യൻ്റെ എല്ലാ ഹൃദയത്തിലെ ആഗ്രഹം ഇതാ, വലിയവനാകണം. ഞാനാണ് ഈ വീട്ടിലെ വലിയവൻ, ഈ സഭയിലെ വലിയവൻ ഞാനാ, ഈ ദേശത്തെ വലിയവൻ ഞാനാ. ഈ പിള്ളേർ 2 ആരുടെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവരെ അടുത്തിരുത്തണം, ഇല്ലെങ്കിൽ അവരുടെ ചുമതലപ്പെട്ടവർ പിള്ളേരുടെ അടുത്ത് വന്നിരിക്കണം. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വല്ലേ അവരെ അങ്ങോട്ട് വിളിക്കും. ഇങ്ങനെ അങ്ങ് കയറൂരി വിടരുത്. നമ്മുടെയാണോ? ഇപ്പം ആളുമില്ലേക്കല്ലേ? എന്നാൽ മോളെ ഇവരെ അങ്ങ്, അല്ലെ മോൾ ഇവിടെ വന്ന് മോൾ പറഞ്ഞാൽ അവന്മാരനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർ വില്ലന്മാരാ, 2 വില്ലന്മാരാ. എടേ അങ്ങ് പോടേ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും, നിന്നെ ഞാൻ
കൈ പോയെന്നൊന്നും ഞാൻ കരുതുകയില്ല. ആ, അവിടെ പോയി അമ്മച്ചി ഉണ്ടേ അമ്മച്ചിട്ടൊക്കെ പോയിരിക്കും, ചെരുപ്പൊക്കെ എടുക്കടാ, അവിടെ പോയി അടങ്ങിയിരിക്കും. നിനക്ക് ഞാൻ യോഗം കഴിയുമ്പോൾ മുട്ടായി തരാം, അടങ്ങിയിരിക്കാമെങ്കിൽ 2 പേർക്കും തരാം. എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ കേട്ടോ. മുട്ടായും തരും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് കൂടുതൽ ഞാൻ എന്തോ കൊടുക്കാനാണ്? എങ്ങനെയും ഒന്നിരിക്കണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും ആഗ്രഹം വലിയവനാകാനാണ്. ഞാനാണ് ഈ വീട്ടിലെ പ്രധാനയാൾ, ഈ സഭയിലെ പ്രധാനയാൾ, ഈ ദേശത്തെ പ്രധാനയാൾ, ഈ സഭയുടെ മെയിൻ ആള്. അങ്ങനെ നമുക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് അറിവുള്ള കാര്യം ഒന്നുകൂടെ പറയാം. ഒരു വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നു, ഗേറ്റ് തുറന്ന് അകത്തോട്ട് വന്ന്, അമ്മ വല്ലതും തരണേ. അല്പം കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഒരമ്മ വന്നു, എന്താ വല്ലതും തരണം? ഇവിടെ ഒന്നുമില്ല, പോടാ പറഞ്ഞ് കഥകും വലിച്ചടച്ച് അമ്മ അകത്തോട്ട് പോയി. വലിയ വീടും ചുറ്റുപാടുവാണ്. അവന് സങ്കടമുണ്ടെങ്കിലും ഒന്നുമില്ലല്ലോ, അവൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഇറങ്ങി ഇങ്ങോട്ട് ഇച്ചിരി ദൂരം നടന്നപ്പോൾ ഒരു മനുഷ്യനെ ഇതുപോലെ 2 മുണ്ട് പോയിട്ട് വലിയ വടിയൊക്കെ പിടിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ പുള്ളി കണ്ട് ഈ ഗേറ്റ് തുറന്ന് ഇവൻ ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ വന്ന പുള്ളി ഈ വീട്ടിലെ അപ്പച്ചനാണ്. എന്നാന്ന് ചോദിച്ചു. ഞാൻ ഭിക്ഷ ചോദിച്ചത്. എവിടെ? അവിടെ ചോദിച്ചു. എന്നിട്ടോ? അവിടുത്തെ അമ്മച്ചി പറഞ്ഞു ഒന്നുമില്ലെന്ന്. നിന്നോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. വാ, വിളിച്ചുകൊണ്ട് പോയി. അകത്ത് കയറി പുള്ളി കസേരയിൽ നിന്ന് വടി മാറ്റി വെച്ച് കാലുമേ കാല് അതിലോട്ട് വെച്ച്, എന്നാ വന്നേ? ഉടനെ അവനന്തം വിട്ടുപോയി. ഭിക്ഷ ഇവിടെ ഒന്നുമില്ല, പോ. അപ്പൊ ഇത് പറയേണ്ടത് ഞാനാ, അവളാണോ ഇത് പറയുന്നേ? ഈ വീട്ടിലെ പ്രധാനയാള് വലിയവൻ ഞാനാ, അപ്പം അവളല്ല ഇത് പറയേണ്ടത്. ഇതൊക്കെയാ ഇപ്പം സഭയിൽ നടക്കുന്നത്, എല്ലായിടത്തും ഇതാ നടക്കുന്നത്. എല്ലാവരുടെ അകത്ത് ഈ ചിന്ത കിടക്കുക, വലിയവനാകണം. അല്ല, നല്ല നല്ല കാര്യങ്ങൾക്കാന്നേ കുഴപ്പമില്ല. ഈ ഒരു ചിന്തയും കൂടെ പറയാം. പെട്ടെന്നൊന്നും ഒരാളെ വലിയവനാക്കത്തുമില്ല, വലിയവനാകാൻ ഒക്കുകയില്ല. നിങ്ങൾ ഏത് മേഖലയും എടുത്തോ, എന്ത് ബന്ധപ്പെട്ടും പ്രയാസപ്പെട്ടും അനുഭവങ്ങളിൽ കൂടി കടന്നു പോയ ഒരാള് ഏതെങ്കിലും വിഷയത്തിൽ അല്പം വലിയവനാകുന്നേ. യോഹന്നാൻ ചുമ്മാറൊന്നും വലിയവനായതല്ല, ഒരു രാത്രി കൊണ്ട് വലിയവനായവനല്ല. അങ്ങനെ ആർക്കും ഒക്കുകയല്ല. ഇപ്പൊ ഉദാഹരണം, ഇവര് പാട്ട് പാടുന്നു, ഒറ്റ രാത്രി കൊണ്ടാണോ ഇങ്ങനെ ആയതാണോ? ഈ പാട്ട് കഴിഞ്ഞ് ചുമ്മാ ഇരിക്കുക, നല്ല വേറെ പാട്ട് അവർ പഠിക്കും, അത് ട്യൂണുമൊക്കെ നോക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ കഷ്ടപ്പെടുക. ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ തബല വായിച്ചു വെച്ച് പിന്നെ എടുക്കത്തില്ലേ? ഇല്ലേ? അതിന് കണക്കുണ്ട്, ചൊല്ലുണ്ട്. ചൊല്ലെന്നല്ലേ പറയാൻ? ഉണ്ട്. ഒരു ചൊല്ല് വായിച്ചു. ഓ, ഒന്ന് വായിക്കും ഒരു ചൊല്ല. അതൊരു ചൊല്ല. ചുമ്മാ ഇങ്ങനെ വെച്ചാൽ ചൊല്ലാവുമോ? ഇങ്ങനെല്ലാം വായിപ്പിച്ച് അതിന് നേരം പോവും. അതുകൊണ്ടാണ് അവരും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഇന്നൊന്നും. അപ്പം ഇവരെല്ലാം ഇതിൻ്റെ മുമ്പിൽ നന്നായിട്ട് അധ്വാനിച്ച് പരിശീലിച്ച് സമയം കണ്ടെത്തി ചിലപ്പോൾ ഉറക്ക വളച്ച് ബന്ധപ്പെട്ടതിന് ശേഷമായി ഇതുമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അല്ല, ചുമ്മാതൊന്നും ഒക്കത്തില്ല. ഞങ്ങൾ ദൈവദാസന്മാരുമൊക്കെ ദൈവവചനമൊക്കെ പറയുമ്പോൾ ഇത് വായിക്കുകയും ധ്യാനിക്കുകയും വിശേഷിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തായി വരുന്നത്. ചുമ്മാതൊന്നും കയറി നാടിനെ തരികയില്ല. തരും, നേരത്തെ ഇതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ ചുമ്മാ ഇതെല്ലാം പിടിച്ചു തിരിക്കുകയാണോ? അല്ല, അതെല്ലാം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. അപ്പം എല്ലാ മേഖലകളിലും ഒറ്റ രാത്രി കൊണ്ട് ആർക്കും വലിയവനാകാൻ ഒക്കത്തില്ല. വലിയവനാകണമെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ അധ്വാനവും പ്രയത്നം ധാരാളമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ടാണ് യോഹന്നാൻ വലിയവനായത്? ഒരു 3-4 കാര്യം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലാം പറയുവാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ആട്ടെ, പ്രധാനമായിട്ട് ഇത് സുവിശേഷ യോഗം കൂടെ. അപ്പം പിന്നെ ആ നിലയിലൊന്ന് ചിന്തിക്കാം. യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ പല കാര്യമുണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു കാര്യം,
മിക്കവാറും അത് പറയാനേ നേരം കിട്ടുകയുള്ളൂ. പ്രധാനമായിട്ടുള്ള കാര്യം, യോഹന്നാൻ സ്നാപകൻ സുവിശേഷം പറഞ്ഞവന്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വാക്യം വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ലൂക്കോസ് 3:18. മറ്റു പലതും അവൻ പ്രബോധിപ്പിച്ചുകൊണ്ട് ജനത്തോട് സുവിശേഷം അറിയിച്ചു. മതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ പ്രധാനപ്പെട്ട കാര്യം, യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ച വ്യക്തിയാണ്. ദൈവത്തിന് മഹത്വം. സുവിശേഷം അറിയിക്കണം. ഇന്ന് രാത്രി സുവിശേഷത്തെ പറ്റിയും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഈ തലക്കെട്ട് ഇത് തന്നെ, ബാനറും അങ്ങനെ തന്നെ, സുവിശേഷ മഹായോഗം. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് അറിയാം. അറിയാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിനായി പറയാൻ പോകുന്നത്. അറിയാവുന്നവർ ഞാൻ തെറ്റിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. തെറ്റിക്കുകയാണെങ്കിൽ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്ക ഒന്ന് പറയണം, അത് അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് ഞാൻ ചെന്ന് ബടലത്തരമൊന്നും പറയുകയില്ല. അപ്പോൾ അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിതെല്ലാം നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ വലിയവനാകാൻ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം സുവിശേഷം അറിയിച്ച വ്യക്തിയാണ്. സുവിശേഷം അറിയിക്കുന്നവനെ ദൈവം ഉയർത്തും. സുവിശേഷം അറിയിച്ചവരെ എല്ലാം ദൈവം ഉയർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയങ്ങൾ നമുക്ക് 1-ാമത്തെ പോയിന്റിൽ നിന്ന് ചില കാര്യം ചിന്തിക്കാം. സുവിശേഷം എന്താണ്? സുവിശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നസറായനാകുന്ന യേശു ക്രിസ്തു. അറിവുള്ള വാക്യമാണ് വായിച്ചോ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഞാനിത് എല്ലായിടത്തും ഇപ്പം പറയുന്നുണ്ട്. കാരണം ഇത് പറയണം. കാരണം ചിലർക്ക് ഇതിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു അച്ചായൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മുഴുവൻ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞു. ഇത് മുഴുവൻ എനിക്കിപ്പോൾ കാണാപ്പാടം. അങ്ങനെ കാണാപ്പാടം പഠിക്കണം. പറഞ്ഞ് കേട്ട് നല്ല തിട്ടമാകണം. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും കൃത്യം കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പം അതുകൊണ്ട് നന്നായിട്ട് തറവാകുന്ന നല്ലതാണ്. നിങ്ങളോട് ചോദിക്കുക, എവിടെ പോയതാ? സുവിശേഷ യോഗത്തിന്. എന്തുവാ സുവിശേഷം? എന്തുവാ എല്ലാവരുടെ കിടന്ന് ബഹളം ഉണ്ടാക്കും, ഞങ്ങൾക്കൊരു ഇളക്കം കയറും, ഒടുവിലൊരു വെപ്രാളവും ആയി വരുന്നതെല്ലാം ഞങ്ങൾ പറഞ്ഞേച്ച് കുറേ എണ്ണം താഴെ വീഴും, കുറേ എണ്ണം ഉരുണ്ട് കിടക്കും, കുറേ എണ്ണം ഛർദ്ദിക്കും, കുറേ എണ്ണം അലറും, കുറേ എണ്ണം ഭയങ്കര യോഗമാണ്. അങ്ങനല്ല. എന്താണെന്ന് ചോദിച്ചാൽ കൃത്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് സുവിശേഷം യോഹന്നാൻ വലിയവനാകാൻ 1-ാമത്തെ കാര്യം, യോഹന്നാൻ സുവിശേഷം അറിയിച്ചു. അതുകൊണ്ട് ചിന്തിക്കുക, എന്താണ് സുവിശേഷം? തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര് ഓമനമാമിക്ക് ഒരു സ്റ്റാൻഡ് കൊടുക്കുകയാണെങ്കിൽ, സ്റ്റാൻഡ് ഉണ്ടോ അവിടെ? സ്റ്റാൻഡ് വേണ്ട, ആട്ടെ. കഷ്ടപ്പെടുന്ന കണ്ടുകൊണ്ട് ഞാൻ നല്ല ബുദ്ധി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു. അല്പം കൂടെ വിശദീകരിച്ചാൽ എന്താ സുവിശേഷം? ഒരു ചെറിയ വിശദീകരണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3. അല്പം കൂടെ ഒരു വിശദീകരണം പൗലോസ് തന്നിരിക്കുക. 15:3 മൈക്ക് കൂടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അതിനാ ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് വെക്കുകയായിരുന്നു. അത് ഓൺ ചെയ്ത് വെക്കാം. ഇന്ന് ഓൺ ചെയ്ത് പിന്നെ വായിച്ചു വരുമ്പോൾ സമയം പോകുമെന്ന് ഈ പറഞ്ഞതാ. വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നിർത്തണേ. ഒറ്റ വാക്കിൽ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു.
അത് അല്പവും കൂടെ വിശദീകരിക്കുക പൗലോസ്. ഇങ്ങനെ ചിന്തിക്കുന്നതാ, യേശു ക്രിസ്തു, അതാ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ജനനം, യേശു ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്, അതാ സുവിശേഷം. ആമേൻ. സ്തോത്രം. ജനനം മാത്രം പറഞ്ഞാൽ സുവിശേഷമാകുകയല്ല, മരണം മാത്രം പറഞ്ഞാലും സുവിശേഷമാകുകയല്ല, ഉയർപ്പും കൂടെ പറയണം. അതെന്നാ, ഇവിടെ എത്രയോ പേര് വന്ന് ജനിച്ചു മരിച്ചു, പക്ഷെ ഉയർപ്പൂടെ പറയുമ്പോൾ ആ പൂർണ്ണത. ഉയർത്തൽ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാനൊക്കത്തില്ല, രണ്ടാകും. അതുകൊണ്ട് ഇത് കാണിക്കാം. ഇന്നലെ വരെ, കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ കാണിച്ചത്, ഇപ്പൊ രണ്ടാ. അപ്പൊ പിന്നെ അത് ഉപദേശ പക്ഷക്കാകും. പിന്നെ ഇവിടെ മൈക്ക് മാറ്റി. നമ്മുടെ ചില പാസ്റ്റർമാരൊക്കെ ഇന്നിപ്പോൾ നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ചിലയിടത്ത് പറയാം, ഇപ്പോൾ 3 ദൈവത്തിൻ്റെ ദാസന്മാർ മുമ്പോട്ട് വന്ന് അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോൾ 3 ദൈവത്തിൻ്റെ 3 ദാസന്മാരെന്നാ പറയേണ്ടത്. ഇന്ന് കറക്റ്റായിട്ടാണ് പറഞ്ഞ്. ചിലർ പറയുന്നത് ഇപ്പോൾ 3 ദൈവത്തിൻ്റെ ഒന്നാണെന്നല്ല. ഇന്നലെ വന്ന് പ്രസംഗിച്ച പുള്ളി പറഞ്ഞു, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് 3 എണ്ണം, അങ്ങനെയൊക്കെ ഉള്ള ചില പ്രയോഗങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കൈ കാണിക്കുന്നില്ല. അതാ 2 കർത്താവിൻ്റെ, അതൊക്കെ 2 കർത്താവ്. നമുക്കങ്ങ് ചിന്താഭാരമാണ്. അതുപോലെ പാട്ട് പാടുന്നവരോട് ഞാൻ പറയാം, പാട്ട് മുറിക്കുന്നത് വളരെ കൃത്യത്തിൽ മുറിക്കണം. ഇപ്പം നമ്മൾ കൃത്യമായിട്ടാണ് നിങ്ങൾ പാടിയത്. ചെല്ലു പാടുകല്ലേ, ദേവസുതൻ പശു, അപ്പം പുള്ളി പശുവായി, ശാല. പാട്ട് മുറിക്കുന്നത് ചിലക്ക് അറിയത്തില്ല, അങ്ങ് പാടുക. ദേവസുതൻ പശു. യോ, അർത്ഥം പറഞ്ഞ് വേണം പാടാൻ. മുറിക്കുന്നതും വളരെ കൃത്യത്തിന് മുറിക്കണം, ഇല്ലെങ്കിൽ അർത്ഥവും തെറ്റും. അല്ലെ, പണ്ടൊരുത്തൻ രാമായണം വായിച്ചെന്നാ പറഞ്ഞത്, രാമനോ മുണ്ടില്ല, ലക്ഷ്മണനോ തോർത്തുമില്ല, ഹനുമാൻ ഓരോരോ രോമങ്ങൾ പിടിതറിഞ്ഞു. യോ, മുറിക്കുന്നത് കൃത്യമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും പറഞ്ഞാൽ സുവിശേഷം പൂർത്തീകരിക്കത്തില്ല. അവിടുന്ന് ഉയർത്തു. ഇവിടെ അനേകർ വന്ന് ജനിച്ചു മരിച്ചു, പക്ഷേ ഉയർത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസറായനാകുന്ന യേശുക്രിസ്തു. അതാ സുവിശേഷം. സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥന്യായമായി നമുക്കറിയാം, നല്ല വർത്തമാനമാണ്, നല്ല വാർത്ത, ഇല്ലയോ? ഗുഡ് ന്യൂസ് പറഞ്ഞ നല്ല വാർത്ത. യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാണ്. അതെന്താ? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമായി വാർത്ത എല്ലാവർക്കും. അതുപോലെ തന്നെ അവിടുത്തെ മരണവും ഒരു നല്ല വാർത്തയാണ്. സാധാരണ മരണം നല്ല വാർത്തയല്ല. ഇപ്പൊ ഇന്ന് രാത്രി പറയാ, ഇന്നയിടത്തെ അച്ചായൻ മരിച്ചു, ഒരു നല്ല വാർത്ത ഞാൻ പറയാൻ പോവാ, അങ്ങനെ പറഞ്ഞാന്നോ പറയുന്നേ? വളരെ ദുഃഖത്തോടായിരിക്കും നമ്മൾ ഇന്നോടത്തെ അച്ചായൻ കടന്നുപോയി. ദുഃഖിതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥന സങ്കടത്തോടെ. ഏത് പ്രായത്തിലുള്ളവർ മരിച്ചാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ദുഃഖമാണ്. ഇനി 100 വയസ്സുള്ള 110 വയസ്സുള്ള അപ്പനോ അമ്മയോ മരിച്ചാലും മക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ദുഃഖമാണ്. മരണം അങ്ങനെ വേർപാട് ദുഃഖമാണ് എല്ലാവർക്കും. പിന്നെ ചിലരുടെ മരണമൊക്കെ സന്തോഷമാണ്. മനസാക്ഷിയുള്ളവർക്ക് ശത്രുക്കൾ മരിച്ചെന്ന് പറഞ്ഞാലും അയ്യോ കടന്നു പോയല്ലയോ, അങ്ങനെ നമ്മളെ ഉപദ്രവിച്ചവരാന്തേലും പോയെന്ന് പറയുമ്പോൾ ഒരു സങ്കടമാണ്. മരണം ദുഃഖമാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം ഒരു നല്ല വാർത്തയാണ്. അതെന്താ യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. 15:3 കൊരിന്ത്യർ വായിര്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച്. അതായത് നല്ല വാർത്തയാകാൻ കാര്യം. യേശുക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം എല്ലാവരും മരിച്ചതുപോലല്ല യേശു മരിച്ചത്, എല്ലാവരും നാട് നീങ്ങിയതുപോലല്ല യേശു നാട് നീങ്ങിയത്, എല്ലാവരും അടക്കപ്പെട്ടതുപോലല്ല യേശുവിന്റെ മരണവും അടക്കവും. പിന്നെന്താ? യേശുക്രിസ്തുവിന്റെ മരണം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാണ്. അതാ ഈ മരണം നല്ല വാർത്ത. ഇവിടെ വന്ന് മരിച്ച ഒത്തിരി പേരുണ്ട്. ആർക്ക് വേണ്ടിയാ മരിച്ചത്? അവരങ്ങ് മരിച്ചു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം മനുകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാണ്. ക്രിസ്തു നമ്മുടെ
ഒരു ഏരിയയിലോ ഒരു വിഭാഗക്കാരുടെയോ ഒരു പ്രത്യേക മതക്കാരുടെ പാപങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാനാ യേശുക്രിസ്തു മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ തിരുമരണം നല്ല വാർത്തയാ. എന്താ ഈ മരണത്തിന്റെ വിശേഷത? ക്രിസ്തുയേശുവിന്റെ മരണത്തിന്റെ വിശേഷത ലളിതമായിട്ടാ പറയാൻ. ഈ മരണത്തിന്റെ വിശേഷത വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. ഒന്ന്, യേശുക്രിസ്തു മരിക്കാനായി ഇങ്ങോട്ട് വന്നത്, അതായത് ഇതിന്റെ വിശേഷത. ഞാനും നിങ്ങളുമെല്ലാം ജീവിക്കാൻ വന്നവരാ. ആ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം എല്ലാവരും ജീവിക്കാൻ. നമ്മുടെയൊക്കെ ആൾക്കാർ 9 മണിയാകുമ്പോഴേ ബൈബിളിന് സിപ്പിടും. എന്തിനാ? പെട്ടെന്ന് വീട്ടിൽ ചെന്ന് 2 ഉണക്ക ചപ്പാത്തിയും കഴിച്ചേച്ച് ഒരു വാര് ഗുളിക എന്തെന്ന് വെച്ച് കിടക്കണേന് ജീവിക്കണ്ടായോ? സമയം പോയാൽ കക്ഷി താഴെ വീഴും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക. കണ്ടിട്ടില്ലേ വെളുപ്പിനെ ഭാര്യയും ഭർത്താവ് ഇവിടെ നടക്കുന്നത് പോവാറെന്ന് ഇങ്ങനെ തള്ള ഒരു സ്ക്രാബ് കെട്ടി അയാളുടെ കയ്യിലൊരു കുറുവടിയുണ്ട്, 2 കൂടെ. എന്നാ? ജീവിക്കാൻ വേണ്ടിയാ. കുറച്ച് നാളൂടെ ജീവിക്കണം. ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പറയല്ലേ ആണ്ട ഈ കൂട്ടാനിച്ചിരിക്കുമോ, അത് വേണ്ട, മെഴുക്ക് വരട്ടി, എന്നാ ബീഫ് ഒലത്തിയതാ, നല്ല പോത്താ, പോത്ത് നല്ലതാ പക്ഷേ വേണ്ട, എന്നാ ഒരു പപ്പടം തരട്ടെ, അതും വേണ്ട, ഇച്ചിരി അച്ചാറ്, എത്രയോ നാളായി, എന്നാ ഇച്ചിരി പായസം, നല്ല പായസമാണ്, നല്ല ശർക്കര, ഒന്നും വേണ്ട. പിന്നെ പുള്ളി ഇങ്ങോട്ട് ചോദിക്കുന്ന പാവയ്ക്കകത്തോരം കാണുമോ? അപ്പം നമ്മൾ ചോദിക്കുക അതിനെ ഇതൊന്നും ജീവിക്കണ്ടായോ? അപ്പോൾ ഇവിടെ വന്ന സകല മനുഷ്യനും ജീവിക്കാൻ വന്നവരാ. എന്നാൽ മരിക്കാൻ വന്ന ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു മാത്രമാണോ? ആ വരവിനെ പറ്റി ഒരു പ്രയോഗം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നിടത്തെല്ലാം കർത്താവ് പറഞ്ഞത്, മറ്റുള്ളവർ പൗലോസും ഒക്കെ പറഞ്ഞത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്ന അങ്ങനെ കൊടുത്തേക്കുന്നത്. ലോകത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നിടത്തെല്ലാം വന്നു. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിവിടെ വന്ന് നിൽക്കുക, നിങ്ങൾ എന്നോട് വന്ന് ചോദിക്കുമോ പാസ്റ്റർ എപ്പോഴാ ജനിച്ചേ? ഇല്ല. ഇന്ന് രാത്രിയിലെ യോഗത്തിന് ഇവിടെ വരുമ്പോഴേ ന്യായമായിട്ട് വന്ന് ചോദിക്കുക എപ്പോഴാ ജനിച്ചേ, അങ്ങനെയാണോ ചോദിക്കുന്നത്? അല്ല, എപ്പോഴാ വന്നത്. അപ്പം വന്നത് എപ്പോഴാന്ന് എന്നോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു, വേറൊരു സ്ഥലത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അതാ ചോദ്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക എപ്പോഴാ ജനിച്ചത്, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ വണ്ടിയെ നിന്നെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. കാരണം നിന്നെ ഇവിടെ അധിക നേരം വെച്ചുകൊണ്ടിരിക്കാനൊക്കത്തില്ല, നീ ഇവിടെ നാശം ഒപ്പിച്ച് വെക്കും. കാരണം ടോണ് കേൾക്കുമ്പോൾ അറിയാം ഇത്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നിടത്തല്ല വന്നു മനുഷ്യപുത്രം വന്നു. അപ്പോൾ വന്നുവെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു. എവിടെ? സ്വർഗത്തിൽ. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്ക് വേണ്ടി യേശുയാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഏഴയ്ക്ക് വേണ്ടി യേശുയാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, സ്വർഗത്തിൽ നിന്നാ വന്നേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് യേശു വന്നത് എന്തിനാ വന്നത്? ഒറ്റ വാക്കി പറഞ്ഞാൽ മരിക്കാൻ വന്നതാ. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഒന്ന്, മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. 2, ഈ മരണത്തിന്റെ വിശേഷത താൻ ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ച കാലത്തെല്ലാം കൂടെ പറയുമായിരുന്നു മരിക്കാൻ പോവാന്ന്. മരിക്കും. കൂടെ യേശു പറയുമായിരുന്നു. നമ്മൾ ഉണർവ് കയറിയപ്പോൾ ഒരു പ്രാവശ്യം എങ്ങാണ്ടൊന്ന് പറഞ്ഞു ഞാൻ മരിക്കുവന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അബദ്ധം പറഞ്ഞതാ, ഒന്നും ആയിട്ടില്ല, ഇപ്പോഴൊന്നും
എടുക്കരുത്. നമ്മൾ മരിക്കുമെന്ന് പറയത്തില്ല, അഥവാ പറഞ്ഞാൽ കൂടെ കൂടെ പറയത്തുമില്ല. തന്നെയല്ല, നമ്മളെ നോക്കി മരിക്കുമെന്ന് പറയുന്നതും ആർക്കും അത്ര തൃപ്തിയല്ല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെ. എന്നാൽ യേശു ക്രിസ്തു കൂടെ കൂടെ പറയുമായിരുന്നു, മനുഷ്യപുത്രൻ മരിക്കും, മരിക്കാൻ പോവുക. അത് പറഞ്ഞു തുടങ്ങിയെന്ന, മരിക്കുമെന്നുള്ളത് പറഞ്ഞ് തുടങ്ങിയാണ്ട. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും മത്തായി 17-ന്റെ 22-ഉം മർക്കോസ് 8-ന്റെ 31-ഉം. എല്ലാ വാക്യവും ഇപ്പൊ പറയാൻ നേരമില്ല, 3 എണ്ണം പോരായോ? 16-ന്റെ 21 ആദ്യമായിരുന്നു. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ കൊല്ലപ്പെടുകയും പിന്നെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. അപ്പം ഒന്ന് പ്രസ്താവിച്ച് നിർത്തിയെന്നല്ല, പ്രസ്താവിച്ചു തുടങ്ങി. 3.5 കൊല്ലം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ മരിക്കുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ പറഞ്ഞു? മരിക്കാൻ പോവുക, മരിക്കും, മരിക്കാൻ പോവുക, മരിക്കും. 17-22 കൂടെ വായിച്ചേ ഓമനെ മാമേ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാറായിരിക്കുന്നു, അവർ അവനെ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു എന്ന് പറഞ്ഞു. ഇനി മർക്കോസ് 8-ന്റെ 31 വായിച്ചേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. അപ്പൊ ഈ 2 വാക്യത്തിലും ഇത് തുടങ്ങിയെന്നാ, ഏതാ മരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ മരണത്തിന്റെ വിശേഷത എല്ലാവരുടെയും മരണം പോലെ അല്ല യേശുവിന്റെ മരണം. ഒന്ന്, അവിടുന്ന് മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. 2, മരിക്കുമെന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ മരിക്കുമെന്ന് കൂടെ കൂടെ പറയുന്നത് ഇഷ്ടമല്ല, വേറെ ആരെയും പറയുന്നതും. ഇപ്പം ഭാര്യയും ഭർത്താവും വിശ്രമിച്ച് രാവിലെ എഴുന്നേറ്റ് പാട്ട് പാടി പ്രാർത്ഥിച്ച ഉടനെ ഭർത്താവ് പറയുക, മേരിക്കുട്ടി ഞാൻ ഇന്ന് തന്നെ മരിക്കും. ഉടനെ മേരിക്കുട്ടി, നിങ്ങൾക്കൊന്നും വേറൊന്നും രാവിലെ പ്രാർത്ഥിച്ച നാവുകൊണ്ടാണോ ഇത് പറയുന്നത്? പ്രാർത്ഥിച്ചങ്ങോട്ട് തീർന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമില്ലാത്ത വാചകം പറയുന്ന ദുഷ്ടാത്മാവിനെ മേരിക്കുട്ടി പിന്നെ അങ്ങ് ഇളകും. ചില ഉണർവുള്ള മേരിയാന്നെ കയറി തുള്ളുകയും ചെയ്യും. അത് പിണങ്ങിയിട്ടല്ല, പുള്ളി പെട്ടെന്ന് പോകുന്നതിനോട് വലിയ താല്പര്യം അതുകൊണ്ടാണ്. അലോഗ്യമൊക്കെ കാണും, ആശയപ്പശക്കൊക്കെ കാണും, എന്നാലും പെട്ടെന്ന് പോകുന്നതിനോട് അങ്ങനെ ഇല്ല. പണ്ട് ഞങ്ങളുടെ ഒരു തള്ള മരിച്ചപ്പം മരുമകൾക്ക് അല്പം കൊത്തയുണ്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇവർ അമ്മായിയമ്മയും മരുമകൾ എന്ന് ഉടക്കാം. അമ്മ നല്ല ചട്ടയും മുണ്ട് കൊടുത്ത് നല്ലൊരു അമ്മ, വണ്ണമൊക്കെ ഉണ്ട്, കസേരയിൽ ഇങ്ങനെ തീണയിലിരിക്കും. എന്നാൽ ഈ മരുമകളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉടക്കാം. അങ്ങനെ ഇരുന്നപ്പോൾ ഈ അമ്മ അങ്ങ് മരിച്ചു കഴിഞ്ഞ് അടക്കമൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ കൊച്ചമ്മ 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ മരുമകൾ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം മറ്റേ കൊച്ചമ്മ ചോദിച്ചു, അമ്മച്ചി കടന്നു പോയില്ല. ഉടനെ പുള്ളിക്കാരിക്ക് അല്പം കൊത്തയുണ്ട്. ഉടനെ പറയാം, എൻ്റെ ഒത്ത് വന്നേ പതക്കും പിതുത്തവും ഒക്കെ എന്താണെങ്കിലും തിന്നേലിരിക്കുന്നത് പുതുമയായിരുന്നു എന്ന് പറഞ്ഞാൽ വഴക്കും പിടുത്തവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തിണ്ണയിലിരിക്കുന്നത് ഒരു പൊലിമയായിരുന്നെന്ന്. അങ്ങനെ നമ്മുടെ സഭയിലുമൊക്കെ വഴക്കുണ്ടാക്കുന്ന അച്ചായന്മാരുണ്ട്, എന്നാലും ആ കസേര വന്നിരിക്കുന്നത് നിങ്ങൾക്കൊന്നും അറിയാമായിരുന്നു. നമ്മൾ പറയല്ലേ, പുള്ളി ഉടക്കായ എന്നാലും സഭായത്തിന് ഇരിക്കുന്നത് ഒരു പൊലിമ, അതാ ഒരു പൊലിമയാണ്. അപ്പോൾ മരിക്കുന്നെന്ന് പറയുന്നത് ഇഷ്ടമല്ല, കേൾക്കുന്നതും ഇഷ്ടമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത, ഒന്ന്, മരിക്കാനായി ഇങ്ങോട്ട് വന്നത്. 2, കൂടെ കൂടെ പറയുമായിരുന്നു മരിക്കും മരിക്കും മരിക്കും. 3, എങ്ങനെ മരിക്കുന്നെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? ഒരുത്തരുമില്ല. എങ്ങനെ മരിക്കും? അവിടെ ഉണ്ട്, പലതും സഹിച്ചാ മരിക്കുന്നത്. മനുഷ്യപുത്രൻ പലതും സഹിക്കും. വേറൊരു ഭാഗത്തുണ്ട്, തല്ലും, ഉപദ്രവിക്കും, അവൻ ആക്ഷേപിക്കും, അപമാനിക്കും,
ഇങ്ങനെയൊക്കെ കർത്താവ് ഇതെല്ലാം നേരിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാം വിവരിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ മരിക്കും എന്നും യേശു പറഞ്ഞു. ജീവിച്ചത് നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന വിധത്തിലാണ് മരിക്കുന്നെന്ന്? ഞാൻ മരിക്കാൻ പോകുന്നത് എല്ലാ ഡ്രസ്സുമൊക്കെ ഇട്ട് കട്ടിലേക്ക് കടന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചേച്ച് സ്തോത്രം പറഞ്ഞ് മരിക്കുമെന്ന് തൻ്റെ ഇടം ഉണ്ടോ എന്ന് കൈപൊക്കി പറയാൻ? പറയും. എന്നെ അധികം പൊക്കം നോക്കുന്നത് നിങ്ങളോടാ ചോദിച്ചത്. പക്ഷേ ഞാൻ മരിക്കുന്നത് ഇന്ന വിധത്തില്ല. സഭക്കാരെല്ലാം വന്ന് പാട്ട് പാടി ആത്മാവി നിറയുമ്പോൾ ഞാനും അന്യഭാഷ പറഞ്ഞുകൊണ്ട് മരിക്കും. പറയാമോ? അപ്പം നിങ്ങൾ പറയാം എൻ്റെ ആഗ്രഹം അങ്ങനെ ആ പാസ്റ്ററേ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ നല്ല കാര്യം. ബിലയാം മരിക്കാൻ പറഞ്ഞു ഭക്തൻ മരിക്കും പോലെ മരിക്കട്ടെന്ന്. ഭക്തൻ ജീവിക്കും പോലെ ജീവിക്കണ്ടേ? വായിച്ച 23:10 സംഖ്യാപുസ്തകം 23:10. ബിലയാം അവിടെ അല്ലേ പറഞ്ഞത്? പെട്ടെന്ന് വായിച്ചു. സംഖ്യ 23:10 അവിടെ വലതുവശത്ത്. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രയേലിന്റെ കാലാംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ. ഭക്തന്മാർ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. ഉണ്ടോ? ആഗ്രഹം നല്ലതാ. ഭക്തന്മാര് മരിക്കുന്നത് പോലെ ഭക്തൻ ജീവിക്കും പോലാണോ ജീവിച്ചേ? ഉള്ള കൊന്ത്രാക്കൊള്ളിയെല്ലാം ഒപ്പിച്ച ഇല്ലേ? എന്തോ ഒപ്പിച്ചത്? വായിച്ചേ. യൂദാ 11. ഓ, യൂദാ ചത്തോ? പെട്ടെന്ന് വായിര്. ദൈവം അനുഗ്രഹിക്കട്ടെ. എവിടെ നിന്നാ? ദൈവം അനുഗ്രഹിക്കട്ടെ. അവനെ മൈക്ക് കൊണ്ടൊന്ന് വായിച്ചു. അവർ കയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ. ബിലിയാമിന്റെ വഞ്ചന. അപ്പൊ എന്നാ? ഇവൻ ജനത്തെ വഞ്ചിച്ചവനാ. എന്നാ ഇപ്പൊ പറയാ ഭക്തൻ മരിക്കും പോലെ നീ ആരെയും വഞ്ചിക്കരുത് കേട്ടോ. സഹോദരങ്ങളെ വഞ്ചിക്കരുത്, അപ്പനെ വഞ്ചിക്കരുത്, അമ്മയെ വഞ്ചിക്കരുത്, അയലത്തുകാരെ വഞ്ചിക്കരുത്, ബന്ധുക്കളെ വഞ്ചിക്കരുത്, ദൈവദാസന്മാരെ വഞ്ചിക്കരുത്, ദൈവമക്കളെ വഞ്ചിക്കരുത്, ദൈവസഭയെ വഞ്ചിക്കരുത്. 10 പുത്തൻ കിട്ടുമെന്നും പറഞ്ഞേ എന്നെ ആർക്കും അനക്ക് വന്നു എടുക്കപ്പെട്ടോ. വസ്തുവൊക്കെ പാകോടുമ്പോട്ട് ചെയ്യുമ്പോഴേ ചേട്ടനോ അനിയനോ പെങ്ങക്കോ അനിയത്തിക്കോ ജേടത്തിക്കോ ഒക്കെ കൊടുക്കാൻ കൃത്യമായിരിക്കണം. വഞ്ചിക്കരുത്, കള്ളയാധാരം ഒന്നും ഉണ്ടാക്കരുത്. വെണ്ടറ കുഞ്ഞുഞ്ഞിനെ കൂട്ടുപിടിച്ചേച്ച് കള്ളയാധാരം എല്ലാം ഒപ്പിച്ച് കരവടച്ച രസീത് കൊണ്ട് ട്രങ്ക്, പഴയ ഭാഷ ട്രങ്ക് കണ്ടിട്ടുണ്ടോ? ട്രങ്കിനകത്ത് കൊണ്ട് വെച്ചേച്ച് ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ അതാ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. പമ്മി വെട്ടമടിക്കുന്നതുകൊണ്ട് കൃത്യം കാണാൻ മേല. അതുകൊണ്ടാണ് ദൈവസഭയെ വഞ്ചിക്കരുത്. നീ ഇതിനകത്ത് വന്ന് ഇതിനകത്ത് നന്മയെല്ലാം പ്രാപിച്ച് അനുഗ്രഹമെല്ലാം പ്രാപിച്ചിട്ട് നീ സഭയെ വഞ്ചിക്കരുത്. ആരേലും 10 പുത്തൻ കാണിക്കുമ്പോഴേ അല്ലെ ആടിനെ പ്ലാവല കാണിച്ചു കൊണ്ടുപോകും പോലെ ദൈവമക്കളെ വഞ്ചിക്കരുത്. അവിടെ വായിക്കാം ബിലിയാമിന്റെ വഞ്ചന. അങ്ങനെ വായിച്ചേ ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ബിലിയാമിന്റെ വഞ്ചന. അപ്പൊ ജനത്തെ ദൈവസഭയെ വഞ്ചിച്ചവനാ ബിലയാം. എന്നാ ചെയ്യാൻ അങ്ങേ എത്താൻ പറ്റും പറയാ ഭക്തൻ മരിക്കും പോലെ. മിക്കവാറും ആരെങ്കിലും ചതച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രമീകരണം വരുത്തണം. അല്ല ഉപവാസ പ്രാർത്ഥന വെക്കുകയല്ല. നമുക്ക് ചൊല്ലി അടിക്കുന്ന 3 പേരെയും അടിച്ചേച്ച് ചൊല്ലുന്ന 2 പേര് എന്നതിന് അവൻ നമ്മുടെ കടന്ന് അടിയട്ട് അതിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മേപ്പെട്ടിങ്ങപ്പെട്ട് 4 ചാട്ടോ നീ ഓരോ ഇട്ട് തുള്ളിക്ക്. ചെയ്ത വിഷയത്തിന് പരിഹാരം വല്ലതും വരുത്തിയോ? സക്കായുടെ വീട്ടിൽ യേശു വന്നപ്പോൾ പറയാം യേശുവെ നീ വന്നോ നാളെ തന്നെ ഒരു ക്രൂസൈഡ് നടത്തുക. അങ്ങനൊന്നുമല്ല. യേശുവേ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ല ക്രൂസൈഡ് നടത്തുമെന്നാണോ?
ഇനി ക്രമീകരണം വരുത്തണ്ടേ? ഒന്നുകൂടെ പറയാ, ആരെയും ചതിച്ച് 1 സെന്റ് ഭൂമി നിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്നാ ചിലരുടെ മുഖത്തൊരു ചെറിയ വശപ്പശക്ക് പോലെ ഈ എൻ്റെ വിഷയം അല്ല, അങ്ങ് വിട്ടേക്കുക. അല്ല, നിങ്ങൾക്കും അതാണല്ലോ ആഗ്രഹം. അപ്പൊ ഇവൻ ഒന്ന് വഞ്ചിച്ചവനാ. വെളിപ്പാട് പുസ്തകം 2:14-15. വെളിപ്പാട് 2:14-15. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പ് ആചരിക്കാനും ഉപദേശം കൊടുത്തവനാ ബിലയാം. ഇവൻ അവസരം കിട്ടിയപ്പോഴല്ല ഇവൻ ദുരുപദേശമാ പഠിപ്പിച്ചത്. ഇപ്പൊ അങ്ങനെ ഒത്തിരി വിദ്വാന്മാര് നമ്മുടെ ഇടയിലും ഉണ്ട്. സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, ആഭരണം ഊരിയില്ലേലും കുഴപ്പമില്ല, വേർപാട് പാലിച്ചില്ലേലും കുഴപ്പമില്ല, ഇച്ചിരി കുടിക്കാ, ഇച്ചിരി ഇടാ, ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ. പണ്ടൊരു പാട്ടുണ്ട്, സിനിമാ പാട്ടാന്ന് തോന്നുന്നു. കുഞ്ഞാൻ അറിയത്തില്ലല്ലോ, സിനിമാ പാട്ടേ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ കേട്ടിട്ടുണ്ട്. ആ പാട്ടിങ്ങനെ ആടാം പാടാമാരോമ ചേമകർ പണ്ടങ്ക. കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിയോ? കേട്ടിട്ടുണ്ടോ? വെട്ടിയതാ മൊത്തം വേട്ട. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവരെല്ലാം തികഞ്ഞ ആത്മീയരാ, അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇച്ചിരി ജഡീകനായിട്ട്. അപ്പൊ ആടാം പാടാ ആരോമ വടക്കൻ പാട്ടുകളാ. അല്ല, ഇപ്പൊ അതല്ലയോ സഭയ്ക്കകത്ത് ഈ ആടാം പാടാം കൂടാം ചാടാം എല്ലാം ഇച്ചിരി കൺട്രോൾ പോകരുതെന്ന് ഉള്ളു. അങ്ങനല്ലേ ഇപ്പൊ പഠിപ്പിക്കുന്നേ. ഈ സ്റ്റേജ് വരുമ്പോൾ ഉപദേശം പറയും, അപ്പോഴത്തെ സ്റ്റേജ് ചെമ്പ ഇതിനെതിര് പറയും. ഇങ്ങനെയുള്ളവന്മാരെ അല്ലയോ ഇപ്പം വിളിക്കുന്നേ? മനസ്സിലാകുന്നില്ലേ? എടാ, ഈ സ്റ്റേജ് വരുമ്പോൾ വെള്ള തുണി ഇട്ട്, വെള്ള ഷർട്ട് വിട്ട്, അല്ലെങ്കിൽ വെള്ള ജിപ്പായിട്ട്, വെള്ള മുണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ വെള്ള പാൻറ് വെക്കിയിട്ട് എല്ലാം എടുക്കാനായിട്ട് നിൽക്കുക. അപ്പുറത്തെ സ്റ്റേജ് ചെല്ലുമ്പോൾ കടും കളറിട്ട് ഇടയ്ക്ക് മുടി ഒന്ന് തട്ടി ഏലിയാവ് ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം 2 തോണി കാല് വെക്കും? ബാല് ദൈവമാണ്, അവനെ സേവിക്ക്. യഹോവ ദൈവമാണെങ്കിൽ അവനെ സേവിക്ക്. ഞാൻ പറയും, യഹോവ ദൈവം തന്നെ. നീ യഹോവയെ തന്നെ ഭജിക്കണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും ജനം. ചട്ടത്തിന്മേ ചട്ടവും സൂത്രത്തിന്മേ സൂത്രവും. അവിടെ അല്പം ഇവിടെ അല്പമല്ല. നമുക്ക് എങ്ങനെയും ആള് കൂടണം, 10 രൂപ കിട്ടണം. ഉപദേശം ഒന്നും വിഷയം, ദുരുപദേശം പഠിപ്പിച്ചവനാ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ച കൺവെൻഷൻ 5 ദിവസം കൺവെൻഷൻ നടത്തിയാൽ 5 ദിവസവും വരുന്നവന് പല ഉപദേശക്കാരാ അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ. 1-ാം ദിവസം വന്നവൻ പറഞ്ഞു, ഒരു ഉദാഹരണം ഒന്ന് പറയാം, ഒത്തിരി ഉണ്ട്. 1-ാം ദിവസം വന്നോ പറഞ്ഞു രക്ഷിക്കപ്പെട്ടാൽ മതി, അങ്ങ് പോകും. 2-ാം ദിവസം വന്നു പറഞ്ഞു രക്ഷിക്കപ്പെട്ടാൽ മാത്ര സ്നാനം കൂടെ പെട്ടോണം. 3-ാം ദിവസം വന്നോ പറഞ്ഞു ഇത് മാത്രം പോരാ, അഭിഷേകവും പ്രാപിക്കണം. 4-ാം ദിവസവും വന്നു പറഞ്ഞു ഇതൊന്നുമില്ലേലും പോകാനുള്ളവൻ. ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. 1-ാം ദിവസവും പറഞ്ഞു ആഭരണം ഇടുന്നത് കൊണ്ട് തെറ്റില്ല. 2-ാം ദിവസവും വന്ന പുള്ളി പറഞ്ഞു ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. 3-ാം ദിവസവും വന്ന് പറഞ്ഞു ഇട്ടോ ഒത്തിരി ഇടരുത്, ഇച്ചിരി ഇടാവുള്ളൂ, ഒരു മര്യാദ. 5-ാം ദിവസവും പറഞ്ഞു ഇടേണ്ടവർക്കിടാം, ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? ആസ് യു ലൈക്ക് ചോദിച്ചാ തെറ്റിയോ? ഊറ്റണിന്ന് വന്നതല്ലേ? അല്ല, അവിടൊക്കെ അങ്ങനെ, നിങ്ങളുടെ അവിടൊക്കെ അങ്ങനെ. സത്യം പറ. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇപ്പൊ പോകാന്നായി.
ഏത് വിധത്തിലും അങ്ങനെ ആയത് ആയതല്ല, ആക്കി. പക്ഷെ ഇതിന്റെ നടുവിൽ വേർപാടിന്റെ ഉപദേശത്തിന് വേണ്ടി ചുമല് കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു ഉപദേശമുണ്ട്. ചുമ്മാ കാള കളിച്ച് കണ്ടർകാള കളിച്ച് കിടക്കുന്നതാണോ? തോന്നുമ്പം വരിക തോന്നുമ്പം പോകുക ഇഷ്ടമുള്ളത് പോലെ അങ്ങനെയൊന്നും അല്ല. ഇതിനൊക്കെ പ്രമാണമുണ്ട്. ആട്ടെ, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിന്ന് വെളുക്കുവോളം പറയും. ആരാ വിലയാം? ദുരുപദേശം പഠിപ്പിച്ചവനാ. ധാരാളം ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിട്ട് കൊടുത്ത് ഒത്തിരി ഉണ്ട്. ഈ ഏരിയയിലും ഉണ്ട്, അടൂർ ഏരിയയിലും ഉണ്ട്, കൊട്ടാരക്കര സൈഡിലും ഉണ്ട്, പുനലൂര് ധാരാളം ഉണ്ട്, കോഴിക്കോട്ട് ഉണ്ട്, കോടിമതലും ഉണ്ട്, കൊട്ടാരക്കര എല്ലായിടത്തും ഉണ്ട്. എവിടെ ഇല്ലാത്ത? അല്ല, പ്രവാചകൻ പറഞ്ഞു എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാണ്. അടിതൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല, പഴുപ്പും വ്രണവും ചതവും ഞെക്കി കഴുകിയിട്ടുമില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. വേറൊരു ഭാഗത്തുണ്ട്, എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ ലഘുവായി ചികിത്സിക്കുന്നു. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നു? ആലോചിക്കുകയാണോ? ആലോചിക്കുക. ഉള്ള കാര്യമായി പറയുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒന്ന്, ബിലിയാം ആരാ? യൂദായുടെ ലേഖനത്തിൽ വായിച്ചത് അവർക്ക് അയ്യോ കഷ്ടോ, അവർക്ക് അയ്യന്റെ വഴി നടക്കുകയും കൂലി, അങ്ങനല്ലേ വായിച്ചേ? യൂദാ 11 ഒന്നുകൂടെ വായിച്ചേ ഓമന മാമേ. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ. ഒന്ന്, ഇവൻ വഞ്ചിച്ചവന്. രണ്ട്, കൂലി കൊതിക്കുക, കാശ് കൂലി കൊതിക്കുക. എങ്ങനെയും 10 പുത്തൻ ആരെ കമത്തി അടിച്ചാന്നേലും ഏത് ഉപദേശം പറഞ്ഞാന്നേലും എങ്ങനെയാന്നേലും അതല്ലേ ഉപദേശം സഭയ്ക്കകത്ത് പറയാത്തേ മിക്കവരും. അതിനാ സഭ കാശുള്ള അച്ഛനും അമ്മാമിയും ഉണ്ട്. അവരിച്ചിരി കുടിക്കുകയോ ഇടുകയോ ആടുകയോ പാടുകയോ നമ്മളത് പറഞ്ഞാൽ അവർ പോകുകയല്ലേ? പോയാൽ പിന്നെ കിട്ടുമോ? സഭയിൽ ബ്ലേഡ് ബേബി ഇരിപ്പുണ്ട്. അന്നേരം 15-ാം സങ്കീർത്തനം വായിക്കാൻ പറ്റുമോ? ബ്ലേഡ് ബേബി അന്നേരം 15 ഒക്കത്തില്ല, 91 വായിക്കും. ഒരനർത്ഥം നിനക്ക് ബേബിയോട് പറയാം, അവനോടനെ ഊറി. ഇങ്ങനല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നേ? ദൈവത്തിന് മഹത്വം. കൂലി കൊതിക്കുക, എങ്ങനെയും അവനവൻ്റെ കാര്യം അത്ര ഉള്ളു. ഈ ഇടയിൽ ഉപദേശി ഞാൻ ചോദിച്ചു, സ്ഥലമൊന്നും പറയത്തില്ല പേര്. ഞാൻ ചോദിച്ചു, ഇപ്പോൾ സഭയുടെ ചുമതല എവിടെ ആയിരിക്കുന്നു? ഇപ്പം ഇല്ല. ഞാൻ ചോദിച്ചു, തന്നെ എല്ലാം നല്ല സഭയിലായിരുന്നേ. ഞാൻ ചോദിച്ചു, പിള്ളേർ പറഞ്ഞു ഇനിയും പപ്പ സഭയുടെ ചാർജ് എടുക്കണ്ട. ഞാൻ ചോദിച്ചാൽ പിള്ളേരിപ്പം നല്ല സെറ്റപ്പായി. അപ്പോൾ പിള്ളേർ പറഞ്ഞു ഡാഡി ഇനി. അപ്പോൾ പുള്ളി ഇത്ര നാളും ചെയ്തെന്തിനാ? പിള്ളേർ ഒരു നല്ല നിലയിലാക്കാനാ, അല്ല കർത്താവിൻ്റെ വേലയ്ക്കെന്ന് പറഞ്ഞവനല്ല. പിള്ളേരിപ്പോൾ അമേരിക്കയിലും കാനഡയിലും ന്യൂസിലൻഡിലൊക്കെ ആയി പിള്ളേരുടെ പഠനത്തോടുള്ള മധ്യത്തെ നല്ല സഭയൊക്കെ നേതാവിനെ ചെന്ന് സ്തുതി പാടി കമത്തി അടിച്ച് ശയന പ്രദക്ഷിണം ചെയ്ത് ഓ അച്ഛാ ഓ എന്ന് പറഞ്ഞ് സോപ്പിട്ട് സുഖിപ്പിച്ച് നല്ല സഭയെല്ലാം ആയ കാലത്ത് എന്നാ നിങ്ങൾക്കൊന്നും അറിയാമല്ലോ അതിങ്ങനെ പൊട്ടം കളിച്ചിരിക്കുന്നേ? സുഖിപ്പിച്ച് എന്തായിട്ട് പറയാൻ വന്നതുപോലെ തോന്നുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ വേറെ പോയിന്റ് വരുമ്പോൾ അത് ഞാൻ കയറ്റി വിടാം. അപ്പൊ പിള്ളേർ ഇപ്പൊ പറയുക പപ്പ ഇനി ഒന്നും. അപ്പൊ പിള്ളേരെ ഒരു നിലയിലാക്കാനും നാടൻ ഭാഷ പറഞ്ഞ പിള്ളേരെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ആ പുള്ളി ഈ വേലയ്ക്ക് ഇറങ്ങിയത്. സുവിശേഷ വേല അങ്ങനെയുള്ളതല്ല. നിന്റെ മരണം വരെ ഓർമ്മയും ആരോഗ്യവും ആയുസ്സുമുള്ള കാലത്തോളം കണ്ണടയുന്നത് വരെ ദൈവത്തിന് മകത്വം നീ വേല ചെയ്യണം. ഇവിടെ അല്ല വിശ്രമം, ഇവിടെ അല്ല സ്വസ്ഥത. ആ പുസ്തകത്തിൽ ബാക്കി ഇതാകുന്ന വിശ്രാമം, ഇതാകുന്ന സ്വസ്ഥത വിക്കി പറയുന്ന അതരത്താൽ ദൈവത്തിന് മഹത്വം. അപ്പൊ പുള്ളിക്ക് അങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കണം. പിള്ളേർ നല്ല സെറ്റപ്പായി. ഇപ്പൊ പിള്ളേർ ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, നേരത്തെ അങ്ങോട്ട് കൊടുക്കാനാ നല്ല നല്ല സഭയെല്ലാം പുള്ളി. ഇപ്പം പിന്നെ സഭ മാറ്റമൊക്കെ അങ്ങനെ ആണല്ലോ. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ നീ ഇങ്ങോട്ട് പറഞ്ഞ നമ്മൾ തമ്മിൽ ഒരു ധാരണ. എന്തോ എനിക്ക് ഇംഗ്ലീഷ് വശമില്ല. എങ്ങനെ അതിന് മ്യൂച്വൽ. ദൈവത്തിന് മഹത്വം.
മറ്റു രാജ്യങ്ങളിലൊക്കെ ഇൻ്റർവ്യൂ, ഇവരുടെ അവിടെയൊക്കെ വലിയ ഇൻ്റർവ്യൂ. വിശ്വാസി ഇരുന്ന് പാസ്റ്ററെ അതെ ഇൻ്റർവ്യൂവിന് വേറെ ഉണ്ട്. 4 പേരുണ്ടെങ്കിൽ 4 പേര് 4 ആഴ്ച വന്ന് പ്രസംഗിച്ച് ഇവരെ കേൾപ്പിക്കണം. അപ്പോൾ അവർ മാർക്കിടും. പുള്ളിയുടെ പ്രസംഗമാണ്. ചോദിച്ചാൽ ഞാൻ സത്യമല്ലേ പറയുന്നത്? എന്നാ താത്ത തലയാട്ടും പോലെ തലയാട്ടും. ഉള്ള കാര്യമായി പറയാം. ഉപവാസ പ്രാർത്ഥനയിലേ അന്ത്യോക്യയിലെ സഭയിലേ പൗലിനെയും ബർന്നബാസിനെയൊക്കെ ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പനെന്ന് പരിശുദ്ധാത്മാവാ പറഞ്ഞു. അല്ല, അതുകൊണ്ട് അവർ പോയത് കൊണ്ട് വിടുതലും നടന്നു. ദൈവത്തിന് മഹത്വം. നമുക്ക് ആ വിഷയം വിട്ടേക്കാം. വെറുതെ ഇതിന് ആരോഗ്യം ഉണ്ടാക്കുന്നു. 1 കൂലി കൊതിച്ചു, 2 വഞ്ചിച്ചു, 3 ദുരുപദേശം പഠിപ്പിച്ചു. ഒരു വാക്യം കൂടെ വായിച്ചു. പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15. എന്നാ ഓമനമാമയ്ക്ക് ഒരു മടുപ്പ്. അവർ നേർവഴി വിട്ട് തെറ്റി. തെറ്റുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിന്റെ മകനാകുന്ന ബിലിയാമിന്റെ വഴി കണ്ടോ? ബിലിയാമിന്റെ വഴി എന്തുവാ വഴി? ഒറ്റവാക്കി പറയാം, അന്യജാതി എന്ന് കല്യാണം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട നീ രക്ഷിക്കപ്പെടാത്ത ലില്ലിക്കുട്ടിക്ക് വാട്സപ്പിൽ കൂടെ അയച്ചു ഹായ് ലില്ലി, അത് കുഴപ്പമില്ലെന്ന്. വിശദീകരിക്കണോ? വേണ്ട. പുള്ളി പറഞ്ഞു അയ്യോ വേണ്ടാന്ന്. വേണ്ട. ഒരു കാര്യം ഉറപ്പിച്ചും നിറപ്പിച്ചും ബന്ധിക്കോസുകാരോട് പറയാം. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പോസ്തലിക ഉപദേശത്തിൽ നിൽക്കുന്ന നീ ഈ വിധ അനുഭവമില്ലാത്തൊരു വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണം ഇല്ല. അപ്പൊ എന്നോട് ചോദിക്കുന്നില്ലെന്നുള്ള. അങ്ങനെ കൂടിയാലാണ്ട് ഒരുത്തൻ കുടല് പൊട്ടി ചത്തു. ഉദരം പൊട്ടി വെളി ചാടി കുടല് പുറത്ത് വന്നു. ആരാ? യഹോശാബാത്തിന്റെ മോന് യഹോര. ആഗാബും യഹോശാബാത്തുമായിട്ട് സംബന്ധം കൂടി. വായിച്ച 18:1 ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18:1. പെട്ടെന്ന് വായിര്. യഹോശാബാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. യഹോശാബാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. ധനവും മാനവും വരുമ്പോഴാണല്ലോ പ്രമാണം വിടുന്നത്, ഇല്ലയോ? ധനവും മാനവും വരുമ്പോഴാ പ്രമാണം വിടുന്നത്. മാനത്തിന് മാനം, ധനത്തിന് ധനം സെറ്റ് ചെയ്യണ്ടേ? യഹോശാബാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അടുത്തത് ആഹാബിനോട് സംബന്ധം കൂടി. അപ്പോൾ ആ സംബന്ധം പോയി ആഹാബിനോട്. ആഹാബ് ആരാ? ഇസ്രയേലിലെ രാജാവാ. ആഹാബിന്റെ ഭാര്യ ആരാ? ഇസബേല്. സീദോന്യ രാജാവാക്കുന്ന ഇഗ്ബാലിന്റെ പുത്രി ഇസബേല് കൂടോത്രക്കാരിയാ. മന്ത്രവാദം ചെയ്യുന്ന അമ്മാമയാ. അതിൽ യേഹു ഇസ്രയേൽ വന്നപ്പോൾ യോരാൻ ചോദിച്ചു, യേഹു സുഖമാണോ? അപ്പോൾ യേഹു ചോദിച്ചു, നിന്റെ അമ്മയുടെ ക്ഷുദ്ര ഇതുപോലെ കൊടി കൊത്തിയിരിക്കുമ്പോൾ എനിക്ക് വല്ല സുഖമുണ്ടോ? അവൾ വലിയ എന്തുവാ ബ്യൂട്ടി പാർലറിലൊക്കെ കയറും, തലയൊക്കെ ചീകി മിനുക്കി. പിന്നെ പിന്നെ പെന്തിക്കോസുകാർ ഇപ്പം കണ്ണെഴുതുന്നവരുണ്ട്. ഉണ്ടെന്ന് അണുവൊക്കെ എഴുതി പിരിയോ എല്ലാം അടിച്ച ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് നഖത്തേൽ ഇന്നാളൊരുത്തി പാടാൻ നിൽക്കുക. 10 പേരിലും അടിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അന്നേരം ഉള്ള താനെന്തിനാ ഇതെല്ലാം നോക്കുന്നത്? പിന്നെ വല്ല പോത്ത് പോലെ നിന്ന് പാടിയാ കാണുകയല്ലേ, പുറകിരിക്കുകയല്ലയോ? ഒരു ശുശ്രൂഷയ്ക്ക് അതിന്റെ യോഗ്യതയില്ലേ? ഇല്ലേ? തലേനും തുണി ഇടുകയാണല്ലോ ഇപ്പം. ഇതെല്ലാം കാണിക്കാനാ കൊണ്ട് നടക്കുന്നത്. ചെല്ല് ഇങ്ങനെ വേറൊരുത്തി കൊണ്ട് മുടി ഇട്ടേച്ച് അവൾ ഇങ്ങനെ അതിങ്ങനെ യക്ഷി കിടക്കും. വടയക്ഷി വരുമ്പോൾ അവൾ നിന്നും എന്നതാണോ ഇതൊക്കെ? ആര് പറയാനാ? ആരോട്? ഏതവൻ പറയും?
എന്നെ ഇങ്ങനെ നോക്കുന്നത്? ശുശ്രൂഷകരാന്നേലും പാട്ടുകാരാന്നേലും ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആരാന്നേലും യോഗ്യമായിട്ടും മാന്യമായിട്ടും വചനത്തിന് നിരക്കുന്ന രീതിയിൽ. ട്യൂണൊക്കെ നല്ലതായിരിക്കും, കായികയായിരിക്കും. കായിക അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്തുവാ കായിക? ഇത് ട്യൂണും സ്വരമാതിരിയുമല്ല വിഷയം. ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രമാണമാ വിഷയം. ദൈവത്തിന് മഹത്വം. അത്രയും പറഞ്ഞ ആ ഭാഗം വിടുക. അപ്പൊ ഇവിടെ കണ്ണെഴുതി പൊട്ടുവൊക്കെ തൊട്ട് പിരിയോമെല്ലാം അടിച്ച് ലിപ്റ്റിക്കുമൊക്കെ ഇട്ട് ആരാ? ഇസബേൽ അമ്മാമേ മാത്രമാണോ ശുദ്രം കൂടോത്രം മാത്രമാണോ? അമ്മാമ നല്ല എഴുത്തുകാരിയാ, അറിയാമല്ലോ. പാവം പിടിച്ചവനെ തകർക്കാൻ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ അമ്മാമ നന്നായിട്ട് മുതുപാതിരായിരുന്നു അങ്ങ് എഴുതുക. കണ്ണിലിരുട്ട് കയറിയാലും നിർത്തുകയല്ല. പിന്നെ നല്ല എഴുത്ത്. അമ്മാമ്മയുടെ എഴുത്ത് അറിയാമായിരുന്നല്ലോ, പാവം പിടിച്ചവനെ തട്ടിയേക്കാൻ. സ്വർഗം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നീ ആവശ്യമില്ലാത്തത് എഴുതിയാൽ, എഴുതി പിടിപ്പിച്ചാൽ, പറഞ്ഞാൽ, അതിൽ ഷെയർ ചെയ്താൽ നിന്റെ പള്ള ദൈവം തകർക്കും. ഏത് പൊന്നുമോനാന്നേലും. നീതിക്ക് നിരക്കാത്ത, ന്യായത്തിന് നിരക്കാത്ത, ഇല്ലാ വചനം ആവശ്യമില്ലാത്ത എഴുതുകയോ പറയുകയോ എടുക്കുകയോ കേൾക്കുകയോ ഇതെല്ലാം സൂക്ഷം ദൈവം നിന്നെ പിടിച്ചിരിക്കും. അവള് നല്ല എഴുത്തുകാരി അമ്മാമ്മ. പറയാ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ അമ്മാമ്മയുടെ. നിരപരാധിയാകുന്ന നാബോത്തിനെ കൊല്ലാൻ ഫാസ്റ്റിംഗ് പ്രയറും അമ്മാമ്മ ക്രമീകരിച്ചു. രണ്ടുപേരെ ചട്ടം കെട്ടി കള്ളസാക്ഷി പറഞ്ഞേക്കാൻ. അങ്ങനെയുള്ള കുടുംബത്തിൽ ചെന്ന ഇങ്ങേര് ബന്ധുത കൂടിയോ? നല്ല ബന്ധതയാ. വായിച്ചേ അമ്മാമേ 18:1 മുതൽ. മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ചില സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ശമരിയയിൽ ആഹാബിന്റെ അടുക്കൽ ചെന്നു. ബന്ധുക്കാരനെ കാണാൻ ചെന്നു. അടുത്തത് ആഹാബ് അവന് കൂടെ ഉണ്ടായിരുന്ന ജനത്തിന് വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. പുള്ളി നല്ല മട്ടൻ ഫ്രൈ ഒക്കെ ഒരുക്കി. മട്ടൻ കണ്ടപ്പോഴേ പുള്ളി പെട്ടു. അടുത്തത് ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവായ എല്ലാ ഭാഗവും വായിപ്പിക്കുന്നില്ല. ഈ ബന്ധുക്കാരാ എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഹാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. കാശ് നോക്കി കെട്ടിച്ചതാ, ഈ മാനം നോക്കി കെട്ടിച്ചതാ. സ്റ്റാറ്റസ് വേണ്ടേ? ഈ കല്യാണം ദൈവഹിതമല്ല. എന്തോ സംഭവിച്ചു. ചില വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ബിസിനസ് നടത്തി. തർശീശിലൊക്കെ കപ്പല് തമ്പുരാ ഭസ്മം പൊടിക്കുമ്പോൾ കപ്പല് പൊടിച്ചു. സങ്കീർത്തനത്തിൽ വാടി കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ അടിച്ചുടച്ചു. ബിസിനസ് ഓബീരിൽ ഗോൾഡിന്റെ ബിസിനസ് അടിച്ചു പൊടിച്ചു. ദൈവം ബന്ധുല ദൈവഹിതമല്ല. അതുകൊണ്ട് തന്നെ ചെറുക്കന് കൊടലി ക്യാൻസർ വന്നിട്ട് ഉദരം പൊട്ടി കൊടലി വെളിയിൽ ചാടി. ഇതൊക്കെ ഭയാനകമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ആവശ്യമില്ലാത്ത ബന്ധുത കൂടാൻ, ചങ്ങാത്ത് കൂടാൻ പ്രമാണമില്ലെന്നായി പറഞ്ഞത് വേർപാടായത്. ഇവൻ ദുരുപദേശം പഠിപ്പിച്ചു. ആരാ? വിലയാ വഞ്ചിച്ച് ദുരുപദേശം പഠിച്ചു, കൂലി കൊതിച്ചു. ഞാൻ വിവരിക്കുന്നില്ല, ആ ഭാഗം വിടുക. ഇങ്ങനെ എല്ലാം കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ച് വെച്ച് പുള്ളി പറഞ്ഞ ഭക്തം മരിക്കും പോലെ. പിന്നെ ഈ വെച്ച കാലത്ത് സഭയിലൂടെ ഉണ്ടാക്കി നമ്മെ തല്ലിപ്പിച്ച് പാര വെച്ച് കമ്മിറ്റി കയറി, കൗൺസിലിൽ കയറി, കുന്തത്തിൽ കയറി ഉള്ള നാശമെല്ലാം ഒപ്പിച്ച് മനുഷ്യനെ മനം പിടി എത്ര എണ്ണത്തെ നീ മുഖാന്തരം സഭ വിട്ടുപോയി ഓട്ടക്കൊണ്ടാക്കി ഉള്ള നാശമെല്ലാം ഒപ്പിച്ച് വെച്ച് ഇപ്പം ആസ്മയൊക്കെ പ്രാർത്ഥിക്കണം. ഒരു നല്ല കാരണം നീ അവിടെ കിടക്കാനാ സാധ്യത. ജീവിക്കുമ്പം ഏറെക്കുറെ മര്യാദയ്ക്ക് ജീവിക്കണം. ജീവിച്ചപ്പോ നാശമല്ല ഒപ്പിച്ചു പുള്ളി പറയാ ഭക്തം മരിക്കുമ്പോൾ എനിക്ക് മരിക്കണമെന്ന്. നടക്കുകയല്ല. എങ്ങനെയാ മരിച്ചത്? വായിച്ച് 31-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമല്ലേ? സംഖ്യാപുസ്തകം 31:6 ഒന്ന് വായിച്ചേ. മോശെ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള. ഇനി 8-ാം വാക്യം വായിച്ചോ. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരാകുന്ന എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. അടുത്തത് ബയോറിന്റെ മകനായ ബിലയാമിനെ മകനാകുന്ന ബിലയാമിനെ അവർ
വാളുകൊണ്ട് കൊന്നു. വാളുകൊണ്ട് വെട്ടിക്കൊന്നു. യോശുവ 13:22 കൂടെ ചേർത്ത് വായിച്ചേ. യോശുവ 13:22. ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബെയോറിന്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു. അതിനകത്ത് പതുക്കെ വായിച്ചത്, മൈക്ക് നിർത്തിയത്. കുഴപ്പമില്ല. അപ്പൊ ഈ പ്രശ്നക്കാരനാകുന്ന ബിലയാമിനെ വാൾ കൊണ്ട് കൊന്നു. ഇവൻ എന്തോ ദോഷം ഒപ്പിച്ചെന്നറിയാമോ? വായിച്ച് 31:16 വായിച്ചേ. 16 തോന്നുന്നു. സംഖ്യ 31:16 ഒന്ന് വായിച്ച. അതാന്ന് തോന്നുന്നു. ഇവരത്രേ പെയോറിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാൻ. ഇവൻ ഒപ്പിച്ച സൂത്രം ദൈവത്തോട് ദ്രോഹം ചെയ്യാൻ ഇവൻ സഭയ്ക്കകത്ത് പൂളൊപ്പിച്ചവനാ. പിന്നെ ദൈവത്തോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ഇവനാ സഭയ്ക്കകത്ത് ഇവൻ പ്രശ്നം ഉണ്ടാക്കിയവനാ. ആര്? എന്നെ ഒരു പേടി അച്ഛനെടുത്തിരിക്കുന്നുണ്ടാണോ? ഇവൻ സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പൂള വച്ചവനാ ബിലയാം. സഭയ്ക്കകത്ത് എങ്ങനെ? സഭയ്ക്കകത്ത് യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാൻ, സഭയ്ക്കകത്ത് ബാധ വരാൻ ഇവൻ പൂള് വച്ചവനാ ബിലയാം. എന്നാ ഇപ്പൊ പറയാ പറ്റം മരിക്കും പോലെ. എത്ര എണ്ണമാ ബാധ കൊണ്ട് നശിച്ചത്? വായിച്ചേ. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. മരിച്ചുപോയവർ, നന്നായിട്ട് വായിക്കുക. ബാധ കൊണ്ട് മരിച്ചുപോയവർ, ബാധ കൊണ്ട് മരിച്ചുപോയവര് 24,000 പേര്. അപ്പോൾ 24,000 പേരെ ഒറ്റയടിക്ക് കൊല്ലാൻ അവൻ തന്ത്രമുണ്ടാക്കിയവനാ ബിലയാം. ഇപ്പൊ പറയാ പറ്റം മരിക്കും പോലെ മരിക്കും. അടിച്ചുവനെ വെട്ടി തകർത്ത്. ഭക്തൻ മരിക്കും പോലെ മരിക്കണേ, ഭക്തൻ ജീവിക്കും പോലെ അല്ല. മറുവശവും കൂടെ പറഞ്ഞേച്ചാ ആ ഭാഗം വിടാം. ഭക്തന്മാർ മരിച്ചത് വേദപുസ്തകത്തിലുണ്ടല്ലോ, ഇല്ലയോ? വായിച്ചേ. 49:1 ഭക്തൻ മരിക്കുന്നത് എങ്ങനാ? ഉൽപ്പത്തി 49:1 ചടികടാന്ന് വായി. റോമനുമാമ ക്ഷീണിച്ചു. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി. ഇങ്ങനെ ഭക്തൻ മരിച്ചേ. വിളിച്ചുടനെ പിള്ളേർ ഞങ്ങൾക്ക് വരാൻ നേരമില്ല, എങ്ങനെയും ചത്തോന്നാണോ പറഞ്ഞേ? എന്നാ പിള്ളേർ അവിടെ ഇരുന്നോണ്ട് പറയാം മരിക്കാറായല്ലേ, ആട്ടെ ആട്ടെ. ഇപ്പം വരത്തില്ലല്ലോ, വരികയല്ലോ. അവിടെ ഇരുന്നെല്ലാം കാണിച്ചോ. ഡ്രൈവറോട് ചൊവ്വനെ പിടിക്കണം, പപ്പയുടെ മുഖം കാണും. മനസ്സിലാകുന്നില്ലല്ലയോ? ഏഴാം കടലിനക്കരയിൽ നിന്ന് കണ്ടോണ്ടിരിക്കുകയല്ല, അടുത്ത് വന്നു. കൂടി വരുവീൻ. പിള്ളേരെല്ലാം കൂടി വന്നു. രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. അപ്പൻ്റെ കടക്കട ചുറ്റും വന്ന് നിൽക്കുക. ഇങ്ങനെ ഹിമ വെട്ടിക്കാൻ അപ്പൻ്റെ മുഖത്തോട്ട്, എൻ്റെ ഭാഷയാ, കണ്ണും കാതും നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പൻ്റെ ചുണ്ടനങ്ങുന്ന നോക്കി ഹിമ വെട്ടിക്കാതെ രൂബേൻ മുതൽ ബെന്യാമീൻ വരെ നോക്കി നിൽക്കുമ്പോൾ അപ്പൻ ഓരോ പിള്ളേരെ വിളിച്ച് ദൂത് പറയുകയാ, രൂബേനേ നീ എൻ്റെ ആദ്യജാതൻ. 5-ാം വാക്യം. ശിമയോനും ലേവിയും. 8-ാം വാക്യം. യഹൂദായേ സഹോദരന്മാര് നിന്നെ. 13. സെബുലൂൻ സമുദ്രതീരം. സെബുലൂൻ ഓരോ പിള്ളേരെ വിളിക്കുക. സെബുലൂൻ. പിന്നെ 14 ഇസ്സാഖാർ. 17 ദാൻ. 19 ഗാദ്. 20 ആശേർ. 21 നഫ്താലി. 22 യോസെഫ്. 27 ബെന്യാമീൻ. ഇങ്ങനെയാ ഭക്തൻ മരിക്കുന്നത്. അല്ലാതെ മരിക്കാത്തടുത്ത് ബോധവും പൊക്കണോ പോയിച്ച് ആളും തെറ്റി വിളിച്ച് കുഞ്ഞുഞ്ഞമ്മയാന്നോടി. ഇല്ല പച്ച, മൂത്ത മോള് തങ്കമ്മയാ പുച്ച. ബോധം പറഞ്ഞല്ല ചാത്തത്. നല്ല വിളിക്കേണ്ടവനെയെല്ലാം കൃത്യം വിളിക്കും. മാത്രമല്ല പറയേണ്ടവനോട് കൃത്യം പറഞ്ഞാ ചാത്തത്. ഇങ്ങനെയാ ഭക്തൻ മരിച്ചേ.
എന്നിട്ടോ മരിക്കുമ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞു വെച്ച് 33-ാം വാക്യം വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം പറയേണ്ടതെല്ലാം പറഞ്ഞല്ലാതെ പിള്ളേരെ എല്ലാം കൊണ്ട് കണ്ട് അങ്ങനെ ചത്തതല്ല. പിള്ളേരോട് പറയേണ്ടതെല്ലാം പറഞ്ഞ് ആജ്ഞാപിച്ച് തീർന്ന ശേഷം പിന്നെ അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു കാല് തല്ലി അടിച്ചെന്ന് പറഞ്ഞല്ല, കാല് തന്നെത്താൻ കട്ടിലേൽ എടുത്ത് വെച്ച് പ്രാണനെ വിട്ട് വല്ലോടത്തോട്ടും പോയെന്നല്ല. പിന്നെ എങ്ങനാ തന്റെ ജനത്തോട് പിതാക്കന്മാരോട് ജനത്തോട് ചേർത്ത് ഇങ്ങനെ ഭക്തൻ മരിച്ചേ. വേറൊരു ഭക്തൻ മരിക്കുന്നതിന് മുന്നേ വായിച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2:1 പെട്ടെന്ന് വായിര്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പെട്ടെന്ന്. ദാവീദിന്റെ മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും എന്റെ മകനെ ശലോമോനെ ഞാൻ സകല ഭൂവാസികളുടെ മടിയായിട്ട് കടന്നു പോകുന്നു. പിന്നെ നീ ധൈര്യം പൂണ്ട് പുരുഷനായിട്ടിരിക്കുക. പിന്നെ നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാ. അതെ, താഴോട്ട് നിങ്ങൾ വായിച്ചോ. ചുരുക്കി പറഞ്ഞ സ്വോത്രകാഴ്ച എടുക്കാം. ഇഞ്ഞു കൊണ്ടുപോരും. ഇങ്ങോട്ട് വാ. ഇനി അതുമായിട്ട് പുറകോട്ട് ഇങ്ങോട്ട് പോരാൻ സമയം എന്തുവായി? ചുമ്മാതല്ല, വാ, ഓടി വാ. അവരോടത്തും ദൈവം അയാളുടെ ബോധമില്ലാത്തവനാ പറഞ്ഞ അയാൾ വല്ലതും വിളിച്ച് പറയും ഓടി വെക്കാന്ന് ഓർത്താ. എല്ലാവരും ധൈര്യം ഇനി വാ. സ്വോത്രകാഴ്ച എടുക്കാനുള്ളവർ ഇവിടെ വന്ന് നിൽക്കുക. വാ, നീ പിന്നെ തപ്പി നടക്കാൻ നേരമില്ല. എത്ര പേരുണ്ട്? ഓടി വാ. അപ്പോൾ ഭക്തൻ മരിക്കുന്നത് ഇങ്ങനെ. എങ്ങനെ? മരിക്കുന്നതിന് മുന്നേ തന്റെ മകൻ ശലോമോനെ വിളിച്ചു പറയുക, എന്റെ മകനെ ശലോമോനെ, ഭൂവാസികൾ പോയ വഴി കൂടെ ഞാൻ പോകുക. അറിയാത്ത ചില കാര്യം മകന് പറഞ്ഞു കൊടുത്താച്ചാ ദാവീദ് മരിക്കുന്നത്. വേറൊരു ഭക്തൻ മരിച്ചത് വായിച്ചേ 34:1 മുതൽ. ആവർത്തന പുസ്തകം 34:1 മുതൽ വായിര്, പെട്ടെന്ന് വായിര്. അനന്തരം മോശെ മോവാബ് സമഭൂമിയിൽ നിന്ന് എരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗാ മുകളിൽ കയറി. 120 വയസ്സുണ്ട്. അനങ്ങാമേലാത്ത തളർന്ന് കിടക്കുകയല്ല, നേരെ പർവ്വതത്തിന്റെ മണ്ട കയറി. ഇങ്ങനെ ഭക്തം വരെ നമുക്ക് കസേരയിലോ അപ്പുറത്തെ കസേരയിലോട്ട് ഇരിക്കാൻ മേല. ധാരാളം മലമണ്ട കയറുന്നത്. 120 വയസ്സുണ്ടെന്ന്. വായിച്ചേ അടുത്ത വാക്യം. യഹോവ ദാൻ വരെ ഗിലെയാദ് ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനുഷ്യയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്തനഗരമായ എരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. കണ്ണും കടയും കാണാതെ കിടക്കുകയല്ല. പോലാന്നല്ല ദൈവമേ, കൃത്യമെല്ലാം കണ്ട്. അതാ ദേഹബലം ക്ഷയിക്കാതെയും കണ്ണ് മങ്ങാതെയും ഇതൊക്കെയാ ഭക്തൻ മരിച്ചത്. എല്ലാം കാണിച്ചു കൊടുത്തു. അടുത്ത വാക്യം വായിര്. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നിരിക്കുക. അല്ലാതെ കണ്ണും കടയും കാണാതെ പരിവക്കേടി കിടക്കുകയല്ല. അടുത്ത വാക്യമായിര്. എന്നാൽ നീ അവിടേക്ക് കടന്നു പോകയില്ല, നീ അവിടേക്ക് പോകത്തില്ല. അടുത്തത്. അങ്ങനെ യഹോവയുടെ ദാസനാകുന്ന മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മാത്രമാണോ താഴത്ത് വായിച്ചു വരുമ്പോൾ ദൈവം അവനെ അടക്കി. ഇങ്ങനൊരു ശുശ്രൂഷ ആർക്ക് കിട്ടും? ദൈവം അടക്കി. ഇങ്ങനെ ഭക്തന്മാര് മരിച്ച്. അപ്പം നല്ല മരണം. ഞാൻ ബാക്കി ഇത് കഴിഞ്ഞ് പറയാം. അല്ലേ അജിപ്പാഷ് അവിടെ നിന്ന് നോക്കുന്നു. പുള്ളിയും വിഷമിക്കുക. ഇല്ല, സ്വോത്ര കാഴ്ച എടുത്തോണം. ഇവർ പാട്ട് പാടും. നിങ്ങൾ വന്ന് പെട്ടെന്ന് സ്വോത്ര എല്ലാവരും കൊടുക്കണേ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞതാ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ്. അവിടുത്തെ മരണം വിശേഷപ്പെട്ട മരണമാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി സ്പീഡിലാ പോകുന്നത്. നിങ്ങൾ ചടി കിടാന്ന് വാക്യവും വായിച്ചു തന്നാൽ ഉപകാരം. 2 പേരും ഏതാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുത്തെ മരണത്തിന്റെ വിശേഷത. 1, മരിക്കാൻ അങ്ങോട്ട് വന്നത്. 2, കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. 3, എങ്ങനെ മരിക്കുമെന്നും പറഞ്ഞു. 4, ഈ മരണത്തിൻ്റെ മുമ്പിൽ ആരാണെന്നും പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും. മരിക്കാനായിട്ട് സൂത്രം ഒപ്പിക്കുന്നവ ആരാന്ന്. 5, എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. യെരൂശലേമിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഏത് നേതാവുണ്ട്? 6,
മരിക്കുമെന്ന് പറഞ്ഞിടത്തല്ല യേശു ചേർത്ത് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, മൂന്നാം നാൾ ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവും ഒരു മതപണ്ഡിതനും ഒരു ഗുരുവും ഒരു വ്യക്തിയില്ല. മരിക്കുമെന്ന് തന്നെ പറഞ്ഞില്ല, അഥവാ പറഞ്ഞാൽ ഒത്തില്ല. തന്നെയല്ല മരിക്കാമെന്നൊരുത്തൊന്നും പറഞ്ഞുമില്ല. നമ്മൾ ചോദിക്കല്ലേ അപ്പച്ചൻ എങ്ങനെയാ മരിച്ചത്, വല്ലതും പറഞ്ഞോ പോകാൻ നേരുന്നു? പറയാനിങ്ങനെ തീർന്നു. ഏതാണ്ടൊക്കെ പറയണമെന്ന് ഒന്നും പറഞ്ഞില്ല. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനല്ല. കർത്താവിന്റെ വിശേഷത മരിക്കാനായിട്ട് വന്നു, മരിക്കുമെന്ന് കൂടെ പറഞ്ഞു, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു, മരണത്തിന് മുമ്പിൽ ആരാണെന്ന് പറഞ്ഞു, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു, മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞു ഉയർക്കുമെന്നും പറഞ്ഞു. മാത്രമാണോ എപ്പോഴാലും ഉയർക്കുമെന്നല്ല പറഞ്ഞ, മൂന്നാം ദിവസം. അതായി മരണത്തിന്റെ വിശേഷത. മൂന്നാം ദിവസം. ഞാൻ മരിക്കും ഉയർക്കും, എനിക്ക് തോന്നുമ്പോൾ ഉയർക്കുമെന്നോ ഒന്നുമല്ല. മൂന്നാം ദിവസം. ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയുമില്ല. അതാ യേശുവിന്റെ മരണത്തിന്റെ വിശേഷത. ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. മരിച്ചത് എന്തിനാ? നമ്മുടെ പാപത്തിന് പരിഹാരം വരുന്നത്. ഇനി ഓടിച്ചു പോകാം. ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. യോഹന്നാൻ വലിയവാകാൻ കാരണം സുവിശേഷം അറിയിച്ചു. ഇത് സുവിശേഷ യോഗം എന്ന് എഴുതിയത് കൊണ്ട് വളരെ സന്തോഷം. അതുകൊണ്ട് അത് തന്നെ അങ്ങോട്ട് പോട്ടെ. പോയിന്റ് എല്ലാം കേട്ടില്ലെങ്കിലും സുവിശേഷം കേൾക്കട്ടെ. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. ഇനി എന്തിനാ ഈ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11. ഇനി ചടികടാന്ന് വായിച്ചോ. തീത്തോസ് 2:11. എന്തിനാണ് സുവിശേഷം? അജിപ്പാസ്റ്റർക്ക് കാശുണ്ടാക്കാനല്ല, അജിപ്പാസ്റ്റർക്ക് ആള് കളിക്കാനല്ല, പിള്ളേരെ 2 പേരെ സ്റ്റേജിൽ കയറ്റാനല്ല. പിന്നെ എന്തിനാ സുവിശേഷം? ഇത്രയും പേരെ ഒന്ന് ഇളക്കാൻ വേണ്ടിയല്ല. സുവിശേഷം എന്തിനാ? പാട്ടുകാരെ വിളിച്ചത് കാശ് കണ്ടമാനം എന്ന് തെള്ളിയിട്ട് നടത്തുന്നതല്ല. പിന്നെ എന്തിനാ സുവിശേഷം? തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ സുവിശേഷം എന്തിന്? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ഈ തേപ്പുപാറ അതുപോലെ തന്നെ ഈ ദേശത്തുള്ള സകല മനുഷ്യനും രക്ഷപ്പെടണം. ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന എല്ലാവരും രക്ഷപ്പെടണം. ഈ നാട് രക്ഷപ്പെടണം. അല്ലി കേരളം രക്ഷപ്പെടണം, ഇന്ത്യ രക്ഷപ്പെടണം, ലോകരാജ്യങ്ങൾ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് മനുഷ്യവർഗം എവിടെല്ലാം ഉണ്ടോ അവരെല്ലാവരും രക്ഷപ്പെടണം. സകല മനുഷ്യന്റെയും രക്ഷയ്ക്കാണ് സുവിശേഷം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ പോയിന്റ് സുവിശേഷത്തെ പറ്റിയാ. ആരോടാ പറയണ്ടേ? മർക്കോസ് 16:15 മർക്കോസ് 13:10. ആരോട് സുവിശേഷം പറയണം? മർക്കോസ് 16:15 13:10. പിന്നെ അവരോട് നിങ്ങൾ സകല ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. ഈ കാണുന്ന സകല സൃഷ്ടിയോടും സുവിശേഷം. അതെന്തിനാ? ഒറ്റവാക്കി പറഞ്ഞു വിടാൻ നേരം അതിനേ ഉള്ളൂ. ഈ സൃഷ്ടികളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഈ സൃഷ്ടിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. സർവ്വ സൃഷ്ടികൾ ഇറ്റിനോവോടെ നമ്മളൊരു പാട്ട് പാടുകയല്ലേ? സർവ്വ സൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. സർവ സൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. രക്ഷകാനി വന്നിടാതെ ഇഞ്ചിതിയിൽ ക്ഷിപ്രമായി എഴുന്നള്ളണം യേശുവേ. രക്ഷകാനി വന്നിടാതെ ഇഞ്ചിതിയിൽ യേശുവേ നൽപ്രിയേ വന്നു നീ ശുദ്ധരേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സർവ്വസൃഷ്ടികളും ഇത്തിനോമോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. മാത്രമാണോ 13:10 എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ്. സകല ജാതികളോടും ഇത് പറയണം.
ഒരു ഏരിയയിലുള്ളവരോ ഒരു മതത്തിലോ ഒരു സംഘടനയിലോ ഒരു സമുദായത്തിലോ ഒരു ഏരിയയിലുള്ളവർ കേട്ടാ പോരാ, സകല ജാതികളും ഇത് കേൾക്കണം. അനുസരിക്കുന്നതോ അംഗീകരിക്കുന്നതൊക്കെ അവനവന്റെ വ്യക്തിപരമായ തീരുമാനം. പക്ഷെ ഇത് സകല ജാതികളും കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. വെളുത്തവനെന്നോ കറുത്തവനെന്നോ പണ്ഡിതനെന്നോ പാപനെന്നോ കുചേരനെന്നോ കുബേരനെന്നോ നിറമുള്ളവനെന്നോ നിറം കുറഞ്ഞവനെന്നോ നിലവാരമുള്ളവനോ നിലവാരമില്ലാത്തവനോ മിടുക്കനോ മിടുക്കോ അതൊന്നും വിഷയമല്ല. സകല ജാതികളും ഇത് കേൾക്കണം. വിശദീകരിക്കുന്നില്ല, നിർത്തുക. സമയം എന്തുവായി വാച്ചിഞ്ഞതല്ലേ, ഞാനങ്ങ് നിൽക്കും. 10:30 വരെ പോട്ടല്ലയോ, നോക്കട്ടെ. ഏതായാലും ഇന്ന് മെനക്കേടാ. അപ്പൊ ശ്രദ്ധിക്കുക, നേരത്തെ നിർത്താം. സുവിശേഷം സകല ജാതികളും കേൾക്കണം. ഇതെല്ലാവരും കേൾക്കേണ്ട വാർത്തയാ സുവിശേഷം. അധികം വിവരിക്കുന്നില്ല. ഒന്ന്, സുവിശേഷം എന്താ? യേശു ക്രിസ്തു. എന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ട? സകല ജാതികളും ഇത് കേൾക്കണം. എങ്ങനെയാ പറയണ്ടേ? എങ്ങനെ പറയണം? വായിച്ചേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 വായിക്കേ. ഞങ്ങളുടെ സുവിശേഷം നന്നായിട്ട് വായിക്കോ അമ്മേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, വചനമായി കുറെ വാക്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പിന്നെങ്ങനാ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ഇങ്ങനെ പറയണ്ട, ഇങ്ങനെ പറയണം. അല്ലാതെ എഴുന്നേറ്റ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആട്ടെ, പ്രായമുള്ളവരും വയ്യാത്തവരുമുണ്ട്, അവരുടെ കാര്യമല്ല. ഒരു കുഴപ്പമില്ലാതെ 15 പൊറോട്ട അതിന് നീ അതിനടുത്ത കൂട്ടാനും പിന്നെയും ചോദിക്കുക അതാന്നു. അപ്പൊ നീ നന്നായിട്ട് വേണ്ട, ശക്തിയോടും പരിശുദ്ധാത്മാവോടും. ഇത് നിശ്ചയം ഉണ്ടായിരിക്കണം. നമുക്ക് തന്നെ നിശ്ചയം വേണ്ടായോ? പറയുന്ന ആളിന് ഇന്ന് നിശ്ചയം വേണ്ടേ? ചിലക്ക് നിശ്ചയമില്ല. ഈ ഓർക്കാത്തവർ എഴുതി വെക്കണം. ഓർമ്മയുള്ളവർ എഴുതണ്ടെങ്കിൽ പറയാമല്ലോ. ഇത് എഴുതത്തുമില്ല, ഓർക്കത്തുമില്ല. അടുത്ത വാക്യം കണ്ടിട്ടില്ലേ? അടുത്ത വാക്യം വായി ചൂപ്പാട് വരിക. ലാസ്റ്റ് പറഞ്ഞ തീർന്നു പാസ്റ്റേ, തീർന്നോ? എന്നാ ഇനി സാക്ഷി പറഞ്ഞാട്ടെ. എന്നതാടാ ഇത്? ചുമ്മാ ഒരു നിശ്ചയോ. പണ്ടൊരു ഉപദേശം പറഞ്ഞാ പറയുന്നത് 152 അസംകീർത്തനം 2-ാം വാക്യം. ഒരു വട്ടം പറഞ്ഞാൽ 150 അല്ലേ ഉള്ള. വട്ടന് വരെ അറിയാം 150. അപ്പൊ പുള്ളി അതിലും മെനകേടാ. ഇത് നിശ്ചയമുണ്ടായിരിക്കണം. അപ്പൊ എങ്ങനെയാ സുവിശേഷം അറിയിക്കേണ്ടത്? ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും. ഇങ്ങനെ സുവിശേഷം അങ്ങനെ അങ്ങോട്ട് അറിയിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാ കേൾക്കേണ്ടത്. വള്ളം മുങ്ങിയത് പോലാന്നോ? 6-ാം വാക്യമായിര് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളേണ്ടത്. ഇത് കണക്റ്റഡ് ആ കേട്ടോ. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ദൈവവചനം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ കയ്യും കെട്ടി വായും പൂട്ടി കാലും വെച്ച് തള്ളവരലും മറപ്പിച്ച് മൊബൈലിൽ തോണ്ടിയും മാന്തിയും വാട്സാപ്പിൽ ചാറ്റ് ചെയ്തതിന്റെ അയ്യോ, സഭായകം നടക്കുമ്പോഴും മൊബൈലിൽ കളിക്കുന്നവന്മാരുണ്ട്. സഭായകം നടക്കുമ്പോഴും അതിനകത്തിരുന്ന് ചാറ്റ് ചെയ്യുക. നിന്റെ അടിവയറ് ദൈവം കീറും. ഉപ്പാപ്പക്കളിയാണോ? മഹത്വവാനായ സർവജ്ഞനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ അല്ലേ 3 മണിക്കൂർ കുന്തം അങ്ങോട്ട് മാറ്റി വെക്കടാ. ഞാൻ പാട്ടുകാരൻ ചിലരെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമാ, എല്ലാവരുടെയും കാര്യമാ. ഉപദേശമാരും ഉണ്ട്. ഇതിനകത്ത് കയറിയാൽ ഒന്നും പാടില്ല. അകത്തുവാനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ നടുവിൽ. അയ്യോ, വലിയ മാസ്റ്റർമാര് മൊബൈലിൽ കളിക്കുകയല്ലോ ശുശ്രൂഷ നടക്കുമ്പം. പിന്നെ പണ്ട് ആൾക്കാർ ഒരു തെറി പറയാവേ. പണ്ടൊരു ചൊല്ലുണ്ട്, ഞാനങ്ങ് പറയാ, തന്തയ്ക്ക് അടുപ്പേലും തൂറാവല്ലോ. ഇത്രയും തെറിയുള്ളൂ. നിങ്ങളോർത്ത് വലിയ തെറിയാന്നോ? കൊള്ളാം. ചെല്ല് കേൾക്കാനിരിക്കുന്ന അതൊരു തെറിയും കൂടെ കേൾക്കാം. ഇത്രേ ഉള്ളു. അപ്പനെ അടുപ്പിലും ചെയ്യാമല്ലോ. അപ്പനല്ലേ
ആര് ചോദിക്കാനാ? വലിയ വലിയ കൺവെൻഷന് നിങ്ങൾ തന്നെ സൂപ്രണ്ട് ആണെങ്കിലും ഓവർസിയർ ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും വൈസ് പ്രസിഡന്റ് ആണെങ്കിലും കൗൺസിൽ നിന്റെ കുന്തം അവന്മാരിലായിരുന്നു മൊബൈലിൽ കളിക്കും. ആര് ചോദിക്കാനാ? എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? ഉള്ള കാര്യമാ പറയാന്നേ. എല്ലാവരും ചോദിക്കുവോ? മിണ്ടാൻ പറ്റുമോ? ഈ ഓവർസിയർ ആണെങ്കിലും സൂപ്രണ്ട് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ഏത് കുന്തക്കോടാലി ആണെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അതിന്റെ ഭക്തിയോടെ ആരാധിക്കണം. നിങ്ങളുള്ള ഭക്തിയോടെ ഞാൻ ആരാധിക്കുമെന്നാ ദൈവത്തിന്റെ മഹത്വം. ഇത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാലും. ഞാൻ ശുശ്രൂഷയ്ക്ക് സഭായകത്തിനാണെങ്കിലും ശുശ്രൂഷ പിന്നെ മൊബൈൽ തൊടുകയല്ല. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ ഞാൻ പറയും സഭായം കഴിഞ്ഞേച്ച് വിളിക്കാൻ പറയും. എടാ, അത്ര ബിസി ഉള്ളവൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കണ്ട. ഈ വേറെ വല്ല പണിക്കും പോവും. ഈ ഇവിടെ വന്ന് ഇങ്ങനെ തള്ളി വെച്ചോണ്ടിരിക്കുന്നത്. മിക്കവാറും 10:30 അല്ല 11 വരെ പോവും. ഇങ്ങനാന്ന്. മഹത്വാനായ ദൈവമാണ് നമ്മുടെ നടുവിൽ. മാനത്ത് മുൻകച്ചകെട്ടവനായി ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശ്യമല്ല മാനമുള്ളവനായി 7 നക്ഷത്രം അലങ്കീരി പിടിച്ച് പൊന്നിലവരുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്നവനാ നസറയനാകുന്ന യേശു. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോൽ. പൊൻവിളക്കേനുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയം പഞ്ഞി പോൽ. വെള്ളോട്ടുലാതെ കാച്ചി പഠിപ്പിച്ച് വെള്ളോട്ടുലാതെ കാച്ചി പഠിപ്പിച്ച് വെള്ളോട്ടുല പഠിപ്പിച്ച് വെള്ളക്കുതിര പൂറ തെറി പാടുന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. ആദാമിൽ കൂടല്ലോ ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിലാകെ പരന്നതു. ആദിമനോജന ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. ഏവർക്കും പാപപരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടികത്തിൽ വന്ന പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ പുരുഷനെ കണ്ടേ ഉത്തമ പുരുഷനെ കണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തെ ഭയത്തോടെ ആരാധിക്കണം. അവിടുന്ന് തീക്ഷണയുള്ള ദൈവമാ. ഞാൻ വിവരിക്കുന്നില്ല, നിർത്തുക, ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ എങ്ങനെ വചനം കേൾക്കണം? സുവിശേഷം ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ അങ്ങനെ കൈക്കൊള്ളേണ്ടത്. അപ്പോൾ ഓടിച്ചു പോകാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ട? സകല സൃഷ്ടിയും സകല ജാതികളും. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? കഷ്ടമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും സന്തോഷത്തോടെ കേൾക്കണം. ഓടിച്ചു പോകാം. ഇനി അടുത്ത മെയിൻ പോയിന്റ് എന്തുവാ? സുവിശേഷത്തിൻ്റെ വിശേഷത. സുവിശേഷത്തിൻ്റെ വിശേഷത 4-5 കാര്യം പറയാം. മിക്കവാറും അത് പറയുമ്പോൾ സമയം പോകും. അല്ല, അതാണല്ലോ പറയേണ്ടത്. എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത? പ്രിയരെ, സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. ഒത്തിരി ഉണ്ട്. അല്ല, സുവിശേഷത്തിനേ ഉള്ളു വിശേഷത. വേറെ എന്നാ വിശേഷത? എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത?
1 ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചേ, റോമർ 1:16. ചടികടാന്ന് വായിച്ചു തരണേ. റോമർ 1:16. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ദേശത്തെയും രക്ഷിക്കുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ വ്യക്തി രക്ഷപ്പെടുക, ഒരു കുടുംബത്തിൽ വന്നാൽ കുടുംബം രക്ഷപ്പെടുക, ഒരു ദേശത്ത് വന്നാൽ ദേശം രക്ഷപ്പെടുക. ഈ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാനായിട്ട് ഭൗതികം ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഏതാ രക്ഷപ്പെടാനേ? വല്ല ജാതി രക്ഷിക്കണേ എന്നാ പിടിച്ചോ, എന്തിന് എന്നത്? അങ്ങനല്ലേ ഇപ്പം മനുഷ്യനല്ല. രക്ഷിക്കണേ എന്നെ പുള്ളി എന്തോ ഉണ്ട്, എടാ പൊട്ടാ, ഒന്നും കൊടുക്കണ്ട. ആർക്കും ദൈവത്തിന് എടാ ദൈവത്തിൻ്റെ അല്ലേ ഇത് മുഴുവൻ? ഇത് മുഴുവൻ ദൈവത്തിൻ്റെയാ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് മുഴുവൻ ദൈവം ഉണ്ടാക്കിയത്. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടു. എന്ന് വെച്ച് പറഞ്ഞു സമുദ്രത്തിലെല്ലാം ജനിക്കട്ടെന്ന്. അന്നേരം നോക്കി നിൽക്കുമ്പം തിമിങ്ങലം മുതൽ ചൂട വരെ, തിമിങ്ങലം മുതൽ ചൂട വരെ ദൈവം സൃഷ്ടിച്ചതാ. അന്നേരം നീ ഒരു കൊച്ചു നെന്മീനുമായിട്ട് ദൈവം ഇരുന്ന് ചിരിക്കുക, പൊട്ടാഞ്ഞ് തിമിങ്ങലത്തെ ഉണ്ടാക്കി എനിക്കാന്നോടാ നീ 2.5 കിലോയുടെ പറയാ ഞാൻ വാടി കടപ്പുറത്ത് നിന്ന് ദൈവത്തിന്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ നിർമ്മിച്ചവനാ ദൈവം. വൃക്ഷലതാദികളും പക്ഷി മൃഗാദികളും ഫലമൂലാദികളും ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോ ഈ ഫലമൂലാദികള് കേരവും ജംബീരവും ഈന്തലും കരിമ്പുളി പേരയുന്നാകരംഗമാകന്തമ്മാതുളങ്കം ആമ്രങ്ങളാമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമറമാതാത്രീതാലജാലുക്കളും. ഒരു ശ്രുതിയുടെ പുള്ളി ഇതിലങ്ങ് ലയിച്ചു പോയി പാവം. പിന്നെ എനിക്കറിയാം ഗംഭീരമും ഈന്തലും കരിമ്പുള്ളി പേരയും നാഗരംഗം മാകന്തമ്മാതുളങ്കം. ഇച്ചിരൂടെ താത്തോ. അതാ ആകരവും ഗംഭീരമും ഈന്തലും കരിമ്പുളി പേരയും നാഗരംഗം മാകന്തമ്മാതുളങ്കം. ആമ്രങ്ങളാമ്രാതകം ജത്തിയും അത്തിവൃക്ഷം കമറമാം താത്രീതാലജാലങ്ങൾ പീലുക്കളും ഗന്ധപുഷ്പങ്ങളെ ഗഞ്ചമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷഭ്രമവും സപ്തക്ഷതം വൻപാലും ഇനിപ്പാലും പോഷണത്താലും വാഴത്തമ്പുരാനിരിക്കുക ഏത്തനും ഗംഭീരമുള്ള ഭാരം ദ്രവിച്ചീടലും അൻപോട് പച്ചത്തൊലി വേറുന്ന ചിങ്ങനാദി രമ്പകൾ പലതരം വൃക്ഷങ്ങൾ പൂക്കളുള്ള ശുംഭത്താം പൂക്കളുള്ള വൃക്ഷങ്ങൾ പലതരം രമ്യതയറ്റ കാട് തറയും പൊന്നാകുന്ന ശമ്യാകതരുക്കളും സന്ധ്യാമേഘങ്ങൾ പോലെ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറിയും. തെറിയൊന്നുമല്ല, ഗൂസ്ബെറിയാ. നിങ്ങൾ ഓർക്കുന്നത് തെറിയാന്ന്. തെറിയല്ല തങ്കച്ച, ഗൂസ്ബെറി, നെല്ലിക്ക. നിങ്ങൾ എനിക്ക് മുമ്പേ അയാൾ പറഞ്ഞതാ തെറി പറയുമെന്ന്. അപ്പോൾ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവനാ ദൈവം. അന്നാര് വാന്നോ നിന്റെ 2 ആപ്പിളും 1 പടല പഴവും. ആദ്യത്തെ പടല വാവല് തിന്ന്, 2ാം പടല എന്നാ കണ്ടു പൊത്തിച്ചിരിക്കുന്നത്. ഉള്ള കാര്യമാണ്, ഉള്ളതായി പറയുന്നേ. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. നിന്റെ ആടും വേണ്ട മാടും വേണ്ട. ആടിനെ കൊണ്ട് എന്തോ അമ്മാമ ആട് ആർക്കാ? ദൈവത്തിന്. ആടാന്ന് ഇങ്ങനെ നിൽക്കുക. ഇല്ല, ഇതൊക്കെ ഞാൻ കണ്ട് എനിക്ക് ബോധമുണ്ടെന്ന്. പിന്നെ പുള്ളി ഓർക്കുന്ന കിളക്കം കയറി ഇതെല്ലാം തട്ടിമറിച്ചിട്ട് പോന്നു. ഒന്നും ഞാൻ ചെയ്യത്തില്ല.
ദൈവത്തിന് ആടും വേണ്ട. ആട് നല്ല ആടാന്നോ? ചൊരത്താത്ത ഒരാട്. ഞാനാ പോലും ഒരു തുള്ളി പാലില്ല ദൈവത്തിന്. ദൈവം ഇത് വല്ലതും ചോദിച്ചോ? വായിച്ചേ 50-ാം സങ്കീർത്തനം 9-ാം വാക്യം. 50-9. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. എനിക്കെന്തിനാടാ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആടിന്റെ അയ്യരുകളി. അന്നേരം നിന്റെ മുട്ടാട്. ഒന്നുകൂടെ വായിച്ചേ ദൈവദാസനെ. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ, നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റനെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ എനിക്ക് വേണ്ടെന്ന്. പിന്നെ കാട്ടിലെ സകല മൃഗവും, പർവ്വതങ്ങളിലെ പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും ജന്തുക്കൾ എനിക്കുള്ളതാ. പിന്നെ മലകളിലെ പക്ഷികളൊക്കെയും, മലകളിലെ പക്ഷി. അന്നേരം നിന്റെ 2 പെടക്കോഴി, വസന്ത വന്ന കോഴി, കാട്ടിലെ പക്ഷികൾ, തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി. ഇതിന് ശ്രുതി കിടാനാ പറഞ്ഞ. അപ്പൊ ശ്രദ്ധിച്ചേ, തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ പക്ഷിവർഗമേ. സമുദ്രത്തിൽ തിമിംഗലം മുതൽ ചൂടം വരെ, ഫലമൂലാദികളിൽ ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും എല്ലാം പക്ഷിവർഗത്തിൽ. തത്തകൾ മുതൽ മുഴുവൻ പക്ഷിവർഗങ്ങളും. മൃഗമോ ആന മുതൽ അരണ വരെ, അതിലും ചെറുതും വലുതും ഉണ്ട്. ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് ഇപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പണ്ടൊരു കുമ്മിപ്പാട്ടുണ്ട്, കാട്ടാന കരടി പുല്ലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുല്ലി കൂട്ടം. ഇത് ചാടി പിടിക്കാൻ നല്ല വിരുദായിരുന്നല്ലോ. കാട്ടാന കരടി പുല്ലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുല്ലി കൂട്ടം. കാട്ടാന കരടി പുല്ലി ചെന്നായി കാട്ടുപോത്ത് കരിമ്പുല്ലി കൂട്ടം. ബാക്കി ആത്മാവിലാകരുത്, വേറെ പാട്ടാ കേട്ടോ. തള്ള എവിടെ കിടന്ന് ഇളകരുത്. വ്യായ് കയറും. എല്ലാ പാട്ടിനും കയറി ഇളകരുതേ. അള്ള നോക്കിയപ്പോൾ നല്ല താള് വന്ന പിന്നെ ഞാൻ കണ്ട് ഇളകി വരുന്നത്. അതാ ഞാൻ നിർത്തിയത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കാണുന്ന സകല ചരാചരങ്ങളെ അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കോടിണ്ടാണ്ടത്തെയും ഹരിനാമകീർത്തനത്തിൽ പണ്ട് അടുത്തച്ഛൻ ഇങ്ങനെ ചൊല്ലി, നക്ഷത്ര പങ്കുതികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവിൽ. ഈ കാണുന്ന നക്ഷത്രജാലങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. അപ്പൊ ഇതിനെ മുഴുവനെ നിർമ്മിച്ചവൻ, സൃഷ്ടിച്ചവൻ ദൈവമാ. ദൈവത്തിന് നിന്റെ ആട് വേണോ, കോഴി വേണോ, മാട് വേണോ, കാള വേണോ, കാട് വേണോ, താറാവ് വേണോ, നിന്റെ മൃഗജാതി വേണോ, ഫലമൂലാതി വേണോ, നിന്റെ ഏത്തക്കൊല വേണ്ട, പൂവങ്കൊല വേണ്ട, കോഴി വേണ്ട, താറാവ് വേണ്ട, അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ഒന്നും വേണ്ട. പിന്നെന്താ ദൈവത്തിന് ആവശ്യം? ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ഇരിക്കുന്ന കിടത്ത്, കേൾക്കുന്ന കിടത്തിരുന്ന് പറ, എന്റെ ദൈവമേ, എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ, പക്ഷേ ഇന്ന് രാത്രി എന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കും, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. മുന്നോട്ട് പോകാം, പെട്ടെന്ന് നിർത്താം. 7 പോയിന്റ് പറയാനാ ഉദ്ദേശിക്കുന്നത്, 1 ആയുള്ളൂ. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇനിയിപ്പം നിങ്ങൾ ചിന്തിക്കും, ബൈബിൾ ഇരിക്കുന്ന ബൈബിൾ പിടിച്ചു, ഇല്ല പറയാതെ ഇരിക്കുന്ന ആ പുള്ളിക്ക് ഇളക്കം, വാച്ചും പിടിച്ചു. സുവിശേഷത്തിന്റെ വിശേഷത ഒത്തിരി വിശേഷത കൊണ്ട്. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു ഭൗതിക സാധനവും കൊടുക്കണ്ട. മീഖ 6:6 വായിച്ചേ. വല്ലതും കൊടുക്കണോ? വേണ്ട, വായിച്ചേ. മീഖ 6:6 പെട്ടെന്ന്. എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. അടുത്തത്
ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സു പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ചെന്നാൽ ഏകുകാലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത് 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? അടുത്തത് എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? നരബലിയും വേണ്ട, മൃഗബലിയും വേണ്ട. മന്ത്രവാദികൾ പറയും കൊച്ചിനെ കുരുതി കൊടുത്താൽ മതി, നിധി കിട്ടും. എന്നാണ്ട് ഒരുത്തിക്ക് നിധി കിട്ടി കിടക്കുന്നു. ലൈല എല്ലന്തൂര് ലൈല നിധി കിട്ടിയില്ലേ? ഓ ഒന്നും അറിഞ്ഞില്ലേ? ഞാനാ തള്ളയുടെ കാര്യം പറഞ്ഞപ്പം ആണെന്ന് നിധി കിട്ടി കിടക്കുക. ലൈല ഭഗവത് സിംഗും അടുത്താണോ? ചുമ്മാതല്ല. അയ്യോ, മൃഗബലിയും നരബലിയും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നിന്റെ കുഞ്ഞുങ്ങളെ കുരുതി കടിക്കാൻ പറയുന്നത് ദൈവികമല്ല. അല്ലെ കേറി പറയാം, ഉദരത്തിലൊരു കുഞ്ഞായാൽ അതിനെ ഭ്രൂണകത്തേക്കും തുനിയരുത്. മക്കൾ യഹോവ തരുന്ന ഈ അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാ. അഥവാ വല്ല അപാകതയോ ന്യൂനതയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിവുള്ളവനാ നിന്റെ ദൈവം. വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നരബലി ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല, മൃഗബലി ഇഷ്ടപ്പെടുന്നില്ല. എന്തിനാ കന്നാലിയെ കണ്ടിക്കുന്നത്? അതെന്തോ ചെയ്തിട്ടാ നീ കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ച അതിന്റെ പടലി ഇറക്കുന്നത്? നീ കൽപ്പനാലംഘനത്തിന് പോകുമ്പം പശു ഉണ്ടായിരുന്നോ കൂടെ? അടുത്ത വാക്യം വായിച്ച മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് അയ്യോ കേൾക്കണേ, നല്ലത് എന്തെന്ന് ദൈവം തമ്പുരാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്തുവാ? 1 ന്യായം പ്രവർത്തിക്കണം, 2 ദയാതൽപരനായിട്ടിരിക്കണം, 3 നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനുമല്ല. ഇതാ ദൈവം ഉദ്ദേശിക്കുന്നല്ലാതെ നിന്റെ ആ കാജും പുത്തനും ഒന്നും വേണ്ടെന്നേ. ദൈവത്തിന് ആവശ്യം ഇതാ. 5 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുത്ത ചീലാദിയെ കയറി ഇരിക്കുക. 5 സെന്റ് ഇന്ന് ചവിട്ടിരുന്നിട്ട് പിന്നെ 5 സെന്റ് കൊടുക്കുന്നതിനാണ് ഇപ്പൊ സഭ നിയന്ത്രിക്കുന്നത്. പാസ്റ്റർ തുടങ്ങിയാട്ടെ, തുടങ്ങാം പാസ്റ്റർ, നിർത്തിയാട്ടെ, ആശീർവാദത്തോടെ പോവുക. 5 സെന്റ് കൊടുത്തവൻ പറയാൻ പോലെ ഇപ്പം നടക്കുന്നത്. എടാ, കാട്ടിൽ ആന പ്രസവിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ അറിയുന്നില്ല. അതേസമയം ഒരു കോഴി മുട്ട ഇട്ട് ചോക്കി, അയ്യോ എന്തോ ബഹളമാ. ചക്രമുള്ള കാലത്ത് ആനയുടെ വില നടക്ക് 4000, മുടിക്ക് 3000. പണ്ടത്തെ കണക്ക്. ചക്രം കണക്കില്ല, ചക്രം കാല്, അരക്കാല്, മുക്കാല്, മാഹാണി, മുണ്ടാണി, പഴയ കണക്കാണ്. അപ്പൊ അന്നത്തെ കാലത്ത് നടക്ക് 4000, മുടിക്ക് 3000. ആരും അറിയുന്നില്ല. അതേസമയം 50 പൈസയുടെ മുട്ട ഇട്ടു കോഴി കോക്കി, എൻ്റെ ദൈവമേ എന്തോ പ്രമഞ്ചോപ്പിക്കുക. ഞങ്ങളുടെ ഒരു പാപ്പനുണ്ടായിരുന്നു, പാടത്ത് പണി, ചെറിയ വീടാ, പാടത്ത് പണി വെച്ച് തിണ്ണെ വന്ന് കിടക്കുക, ഇച്ചിരി നേരം കിടക്കാൻ. ഒരു കോഴി മുട്ട ഇട്ടു കോക്കി നടക്കുക. പുള്ളിയെ കിടത്തുകയല്ല, പുള്ളി ഓടിച്ചിട്ട് കോഴിയെ പിടിച്ച് റബ്ബർ ബാൻഡ് ചുറ്റി അവിടെ വെച്ചു. നടന്ന കാര്യമാണ്, എൻ്റെ ഉപ്പാപ്പൻ ചെയ്ത കാര്യമാണ്. അയാൾ ഇച്ചിരി നേരം വന്ന് കിടക്കാൻ മതി. എന്ത് ചെയ്ത് പന്ന കോഴി ഒരു മുട്ട ഇട്ടേച്ച, പുള്ളി കൊന്നില്ല. ഭൗതികമായിട്ടൊന്നും ദൈവത്തിന് കൊടുക്കണ്ട, ദൈവത്തിന് നിന്നെ ആവശ്യം. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നീ സമർപ്പിക്ക്, യേശു നിന്നെ രക്ഷിക്കും. സുവിശേഷത്തിന്റെ 1ാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. ഓടിച്ചോടിച്ച് വായിച്ചു. സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത സമാധാനം തരുന്ന മാർഗം. ആയിരേ 6:14-15 നിങ്ങളുടെ ആരയ്ക്ക് സത്യം കെട്ടിയും. അല്ല, ദൈവദാസനെ അമ്മാമയ്ക്ക് ഒരു അവസരം കൊടുക്ക. ദൈവദാസനെ ഞാൻ വേറെ വാക്യം തരാം. ഓമനമാവയിര് നിങ്ങളുടെ ആരയ്ക്ക് സത്യം കെട്ടിയും, നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരും. മദ്യം തരത്തില്ല, ലഹരി പദാർത്ഥം തരത്തില്ല, ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, അന്യോന്യം പകയ്ക്കുന്നതൊന്നും പരിഹാരമല്ല. പരിഹാരം ഇന്ന് രാത്രി സുവിശേഷത്തിലുണ്ട്. സമാധാനമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, എന്റെ സുഹൃത്തെ, സ്നേഹിത, ഇന്ന് രാത്രി സമാധാനത്തിന്റെ മാർഗമാണ് സുവിശേഷം.
ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ പിടിക്കുന്ന സഹോദരന്മാരും സഹോദരിമാര് പറയും, എൻ്റെ പാസ്റ്ററെ ഒരു സമാധാനമില്ലായിരുന്നു, പക്ഷേ യേശു ഞങ്ങളുടെ ഉള്ളത്തിൽ വന്ന് സമാധാനമാ. ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും ആലോക്യവും അടിപിടിയായിരുന്നു, പക്ഷേ സുവിശേഷം എത്തി ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനമാ. സുവിശേഷം വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനം, കുടുംബത്തിൽ വന്നാൽ കുടുംബത്തിന് സമാധാനം, ദേശത്ത് വന്നാൽ ദേശത്തിന് സമാധാനം. ആരോടൊക്കെയാ? ദൈവത്തോട് സമാധാനം, തമ്മിൽ സമാധാനം. ഒന്നും വ്യാഖ്യാനിക്കാൻ നേരമില്ല. സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ വിശേഷത സമാനതരം 3 വ്യാഖ്യാനിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. സുവിശേഷത്തിൻ്റെ മൂന്നാമത്തെ വിശേഷത തിമോഥയോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം വൈരെ. സുവിശേഷത്തിൻ്റെ മൂന്നാമത്തെ വിശേഷത. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത മരണത്തെ നീക്കി എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് ജീവനിലെത്തിക്കുന്നതാണ് സുവിശേഷം. ഈ മരണമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് സ്വാഭാവിക മരണം, ശാരീരിക മരണമല്ല. ഈ ശാരീരിക മരണത്തിനൊരു പേരുണ്ട്, അതിനൊരു പേരുണ്ട്. ഒത്തിരി പേരുകളുണ്ട്. പല മരണമുള്ളതിൽ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുമ്പോൾ ഒരു മരണമാണ്. അപ്പോൾ ആത്മാവ് ദൈവത്തിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ആ മരണത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പദം ഒടുക്കത്തെ ശത്രു എന്നാണ്. ഒടുക്കത്തെ ശത്രു എന്ന് പറഞ്ഞാൽ എല്ലാ ശത്രുക്കളും പോയി കഴിഞ്ഞ് ഒടുക്കം വന്ന ശത്രു എന്നല്ല. ശത്രുക്കളെല്ലാം പോയി ഒടുക്കമായി കക്ഷി കയറി വന്ന അല്ലല്ല. എല്ലാ ശത്രുക്കൾ പോയാലും പോകാത്ത ശത്രു, അതാ മരണം. നിന്നെയും കൊണ്ടേ പോകൂ, അതാണ് ഒടുക്കത്തെ ശത്രു. അത് സ്വാഭാവിക മരണമാണ്, ശരീരത്തിൽ നിന്ന് ആത്മാവ് പോകുന്നത്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യമരണമാണ്. ആ മരണത്തിന് പല പേരുകളുണ്ട്. അതിന് വേദപുസ്തകത്തിൽ ഒരു പേര് 2-ാം മരണം എന്നാ. 2-ാം മരണം. ആ 2-ാം മരണത്തിന്റെ കുഴപ്പടി എന്നാ? ഗന്ധക കത്തുന്ന തീ പൊയ്കയാ. വല്ലപ്പോഴും കത്തുകല്ല, രാപകൽ കത്തിക്കൊണ്ടിരിക്കുക. ചാകാത്ത പുഴുവും കെടാത്ത തെയ്യും പുറപ്പ് കൃമിയും അവൻ പുഴുക്കളായിട്ട് അവൻ മെത്തയൊക്കെയാ അവിടോട്ടായി പോകുന്ന 2-ാം മരണം. ആരാ അങ്ങോട്ട് പോകുന്നത്? ഇങ്ങനെ വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കിടും. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്ന ഒരുവനും ആ പൊയ്കക്കകത്ത് പോകത്തില്ല. അതിനൊറ്റ മാർഗമാണ് സുവിശേഷം. നിത്യമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത തീപ്പൊയ്കയിൽ നിന്ന് രക്ഷിക്കും, അങ്ങോട്ട് പോകാൻ അനുവദിക്കത്തില്ല. സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത ഇത് മാനുഷികമല്ല. വായിച്ചേ, ഗലാത്യ ലേഖനം 1:11. ഇത് മാനുഷികമല്ല, മനുഷ്യരാരും ഒപ്പിച്ചതല്ലെന്ന്. വായിരേ, ഗലാത്യർ 1:11. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങൾ മാനുഷികമല്ല കേട്ടോ. ചില ആൾക്കാർ ധരിച്ചിരിക്കുന്ന ബന്ധുക്കോസുകാരെല്ലാം കൂടെ ഒപ്പിച്ചോണ്ട് വന്നത് എടാ പോട്ടാ കുക്കുസാഹിബ് കൊണ്ടുവന്നതാണ്. ഇത് കൊക്കിന്റെ അല്ല, കുക്കിന്റെ അല്ല, നാഗളിന്റെ അല്ല, നോയലിന്റെ അല്ല സുവിശേഷം. സൈമൺ സാറിന്റെ അല്ല, കെ പ്രകാശ് സാറിന്റെ അല്ല, കുഞ്ഞുമ്മച്ചന്റെ അല്ല, അസംബ്ലി സുഗോഡിന്റെ കുഞ്ഞുമ്മച്ചൻ അവരുടെ ഒന്നുമല്ല, ജോർജ് ബർഗിന്റെ അല്ല, മേരി ചാമ്പാന്റെ അല്ല, കല്ലുമല കുഞ്ഞുമാനച്ചാന്റെ അല്ല സുവിശേഷം. വിയത്തമ്പിയുടെ അല്ല, പായിപ്പാട് ബേവിച്ചാന്റെ അല്ല. ഏതാ? ന്യൂണ്ടിയ ചർച്ചക്കോടും ന്യൂണ്ടിയ ബൈബിൾ ചർച്ചിന്, അതാ 2 ഉണ്ട്. പിന്നെ അവരുടെ ഒന്നും അല്ല സുവിശേഷം. കുഞ്ഞപ്പി ഉപദേശിയുടെ അല്ല സുവിശേഷം, കൊച്ചു കുഞ്ഞപ്പിയുടെ അല്ല, വലിയ കുഞ്ഞപ്പിയുടെ അല്ല, മൂത്താമ്പക്കൽ കൊച്ചു കുഞ്ഞിന്റെ അല്ല, കോനാട്ട് മൽപ്പാന്റെ അല്ല സുവിശേഷം, ഒരു മതനേതാവിന്റെ അല്ല സുവിശേഷം. ഇത് ദൈവികമാണ്, ഇത് മാനുഷികമല്ല. അതുകൊണ്ടല്ലയോ സുവിശേഷത്തെ തകർക്കുവാൻ എത്ര എണ്ണം രംഗത്ത് വന്നു. അവര് തകർന്നതല്ലാതെ സുവിശേഷത്തിന് കോട്ടം വന്നിട്ടില്ല. കാരണം ഇത് ദൈവികമാണ്, ഇത് മനുഷ്യൻ്റെതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗമല്ല, മറ്റുള്ളവരെ ഇക്കിളിപ്പെടുത്താൻ ഉണ്ടാക്കിയ മാർഗമല്ലെന്ന്, ആളെ കൂട്ടാനും ആളുകൂടി ആളായം ഉണ്ടാക്കാനുള്ള മാർഗമല്ല സുവിശേഷം. ദൈവികമാണ്. എന്തോ അധ്യായം മൊത്തം വായിച്ച് പഠിക്കുകയാണോ? അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷം മാനുഷികമല്ല, ദൈവികമാണ്. ഇപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു ഓമന മാമേ? 4 അതിലായിരുന്നു വായിച്ചിട്ട് 6 പറഞ്ഞത്. 4 പറഞ്ഞുള്ളൂ. എനിക്ക് തോന്നി അതല്ലേ. അപ്പോൾ 1 ഇത് രക്ഷിക്കുന്ന മാർഗം, 2 സമാധാനം തരുന്നത്, 3 നിത്യതയിൽ നിന്ന് രക്ഷിക്കുന്നത്, 4 മാനുഷികമല്ല. 5 സുവിശേഷത്തിന്റെ വിശേഷത. 5 ഇത്
നിന്നെ ഉയർത്തുന്ന മാർഗമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11:7. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11:7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയും. അപ്പോൾ സുവിശേഷം നിന്നെ ഉയർത്തും. അരി ഐസക്കിനോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന പലരോട് ചോദിച്ചാൽ എല്ലാവരും ഏക സ്വരത്തിൽ പറയും, ഈ സുവിശേഷമായി എന്നെ ഉയർത്തിയത്, ഈ സുവിശേഷമായി എന്നെ മാനിച്ചത്, ഈ സുവിശേഷമാ എനിക്ക് നന്മ തന്നത്. ഇന്ന് രാത്രി എന്തേലും ഭൗമികമായിട്ടോ ആത്മീകമായിട്ടോ എന്തേലും ഒരു ഉയർച്ചയോ നന്മയോ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷം കൊണ്ടാ. എല്ലാ നിലയിലും ഉയർത്തുന്നതിന് ഇങ്ങനെ യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന സുവിശേഷം വന്നത് കൊണ്ടല്ലേ. 2 ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ പഠിച്ചതും പറഞ്ഞതൊക്കെ സുവിശേഷം വന്നത് കൊണ്ടല്ലേ. നമ്മുടെ അമ്മമാരിന്ന് ഗ്ലോറി ഉണ്ടോ, സുവിശേഷം വന്നത് കൊണ്ടാ. അല്ലേ എൻ്റെ നല്ല, നീ അവിടെ എങ്ങാനും പോയി ഗ്ലോറി എന്ന് വല്ലതും പറയാൻ പറ്റുമോ? മുന്നിൽ ഇരുന്ന തള്ള ഗ്ലോറി എന്ന് പറയുമ്പോൾ പുറകെ ഇരുന്ന മേരി ജീസസ്, അപ്പൊ അപ്പുറം ഇരുന്ന ചിന്ന ഗ്ലോറി ടു ഗോഡ്. ഇതൊന്നും എഴുതാൻ അറിയാൻ വല്ലതും വെച്ച് അനത്തുക. അന്നേരം പുറകെ ഇരുന്ന അത് അംഗസഹോദരി വിക്ടറി ഉണ്ടോ, എത്ര അക്ഷരം ഉണ്ടെന്ന് പോലും എനിക്കും അങ്ങയ്ക്കും അറിയാൻ മേല, എന്നാലും വെച്ച് കീച്ചുക. അല്ലേ വല്ലോ ഇംഗ്ലീഷ് വല്ലോ പറയുമോ? 2 അക്ഷരം കൂട്ടി വായിക്കാനും മാന്യമായി വസ്ത്രം ധരിക്കാനും അന്തസ്സായി ജീവിക്കാൻ പഠിച്ചതും സമൂഹത്തിൽ മാന്യമായിട്ട് ഇടപെടാൻ പഠിപ്പിച്ചത് സുവിശേഷമാണ്. നിന്നെ ഉയർത്തുന്നത് സുവിശേഷമാണെന്ന്. എന്തിനാ ദൂരോട്ട് പോകുന്നത്? വേണ്ട നിൽക്കുന്നേ. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു, കള്ളുഷാപ്പിലെ ജോലിയാ. തൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ, ചെറുതൊഴിലാളി യൂണിയനിൽ പെട്ടയാളാ, കള്ളുഷാപ്പിലെ ജോലിയാ. പാത്രം കടിക്ക് സമയമായോ, മൈക്കുകാരൻ നോക്കുന്നല്ലോ, നിർത്തുക. ഒരു ഇച്ചിരി പൈസയും കൂടെ തരും, സമാധാനപ്പെടാ. പുള്ളിക്ക് ടൈം പറഞ്ഞല്ലയോ, അപ്പോൾ ഇച്ചിരി കൂടെ തരും, അജായിസ് ഭാഷ ഇച്ചിരി കൂടെ കൊടുത്തേക്കണേ. അപ്പോൾ ശ്രദ്ധിച്ചേ, കള്ളുഷാപ്പിലെ ജോലിയാ എൻ്റെ അപ്പനെ. കഷ്ടപ്പെട്ടാ ഞങ്ങളെ വളർത്തി. എല്ലാ അപ്പന്മാരും അങ്ങനെ കഷ്ടപ്പെട്ടാ വളർത്തി. ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട എൻ്റെ അമ്മയാന്നേ പാടത്ത് പണിയെടുത്ത് കൊയ്യാനും മെതിക്കാൻ ഞാനും പോയിട്ടുണ്ട്. അതൊക്കെ എനിക്കും അറിയാം അല്പാൽപമായിട്ട്. എല്ലാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടനാട്ടിലല്ലയോ, ചെയ്തേ ഒക്കൂ. ഒരുമാതിരിപ്പെട്ട ജോലിയല്ല അറിയാം. അതുകൊണ്ട് ഈ പെണ്ണുങ്ങൾ ജോലിയാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുകയല്ല. ഏറെക്കുറെ മിക്ക ജോലി ഞാൻ ചെയ്യുന്നയാളാ, ചെയ്തിട്ടുകൊണ്ട് അറിയാം. അപ്പം വളരെ കഷ്ടപ്പെട്ടാണ് എൻ്റെ അപ്പനും അമ്മയും വളർത്തിയത്. വളരെ ദാരിദ്ര്യ ദുഃഖമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ 4 മണി വിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാണുകയില്ല. ചിലപ്പം വസ്ത്രത്തിനും ഭക്ഷണത്തിനുമൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. എന്നാൽ കുടുംബശ്രേഷ്ഠതയൊന്നുമില്ല, ജാതിയിലും വലിയ ലോകപരമായിട്ട് മഹത്വമൊന്നുമില്ല, വിദ്യാഭ്യാസവുമില്ല, ശബ്ദവും അത്ര നല്ലതല്ല, എല്ലാം കൊണ്ടും അപാകതയാ. പക്ഷേ എനിക്ക് എന്തേലും ഒരു മാന്യത കിട്ടിയിട്ടുണ്ട് സുവിശേഷം വന്നതുകൊണ്ട്. ഇപ്പൊ തേണ്ടേ നിങ്ങളെല്ലാവരും ഇവിടെ ഈ തേപ്പുപാറയിലും പ്രാന്തപ്രദേശമുള്ള ഉന്നതന്മാരായി ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആണ്ട് ജോയിച്ചനൊക്കെ ഇരിക്കുന്നു മണ്ണിലെ തേണ്ട അച്ചാനി നമ്മുടെ വീട്ടിൽ ഒരു എന്തോ കുഴിമുറി ഇരിക്കുന്നത് കണ്ടോ, എന്തോ യോഗ്യനാ. ഇവരെല്ലാം തേണ്ട ഭാഷ എന്നെ വല്ല കുറവുണ്ടോ? കണ്ടോ ഇരിക്കുന്ന കണ്ടോ. അപ്പം ഇവരുടെ കൂടെ ഇരിക്കാനിടയാക്കിയത് ഈ സുവിശേഷം വന്നതുകൊണ്ടാണ്. എന്നേക്കാൾ വിദ്യാഭ്യാസവും സ്വത്തും കുടുംബശ്രേഷ്ഠതയൊക്കെ കുറ്റം പറയല്ല, അതൊക്കെ ഉള്ള കാര്യമാണ്. ഉള്ളതുപോലെ പറയണ്ടായോ? അതെല്ലാം ഉള്ളവരായി പ്രിയപ്പെട്ടവരും കേട്ടിരിക്കുന്നവരും. പക്ഷേ പുസ്തകത്തിലെ വാക്യം ഇങ്ങനെ, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തും. ഇന്ന് രാത്രി ഇപ്പോഴും ഇരുന്ന് കേൾക്കുകയല്ലേ? ആരേലും പോകുന്നുണ്ടോ? അത്യാവശ്യക്കാർ 1-2 പോയെന്നല്ലേ ഉള്ളൂ, പോകുന്നില്ല. പിന്നെ ചിലർ പോകാത്തത് തന്നെ വെച്ചാൽ പോകണമെന്നുണ്ട്. പക്ഷേ ഇരിക്കുന്നതന്നെ അയാൾക്ക് ബോധവും വെളിവും ഉള്ളവനല്ലേ. എഴുന്നേറ്റ് അയാൾ വായി വരുന്നവല്ലോ വിളിച്ചു പറയും, പേടിച്ചിരിക്കുക. അത് ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. പിന്നെ ചിലരുടെ എന്നാലും ഇരിക്കുന്നല്ലോ വലിയ കാര്യം. എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്? എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിന്റെ കൂടെ. ഒരു പഴയ പാട്ടുണ്ട്, എനിക്കൊന്ന് TKS പാട്ടാന്ന് തോന്നുന്നു. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മഞ്ഞിലേനായി മനുജാതിക്കായി വന്ന ഉന്നതാധിപ. മനുവേല വന്ദനം
ഉയർത്തും. രണ്ട് കാര്യം ഇവിടെ പറഞ്ഞു നിർത്തുക, വിശദീകരിക്കുന്നില്ല, നിർത്തുക. എന്തുവാ, സമയമായില്ലയോ? നിർത്തുക. പുള്ളി ഇങ്ങനെ കസേരയുടെ അറ്റത്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിർത്താം. ദൈവത്തിന് മഹത്വം. സുവിശേഷത്തിന്റെ 6ാമത്തെ വിശേഷത, സുവിശേഷം നിന്നെ യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. വായിച്ചേ, ഫിലിപ്പിയ ലേഖനം 1:27. വായിച്ചോ, ഫിലിപ്പിയർ 1:27. സുവിശേഷം നിന്നെ യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. പെട്ടെന്ന് വായിര്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടപ്പീൻ. സുവിശേഷം നമ്മളെ യോഗ്യമായിട്ട് നടത്തും. അല്ലേ? മാന്യമായിട്ട് ഇടപെടാൻ പഠിച്ചത് സുവിശേഷം വന്നതുകൊണ്ടാണ്. മറ്റുള്ളവരുമായി നന്നായിട്ട് യോജിച്ച് ഇടപെട്ടത് സുവിശേഷം വന്നപ്പോൾ. ഇത് യോഗ്യമായിട്ട് നിന്നെ നടത്തും. അതാ സുവിശേഷം. വ്യാഖ്യാനിക്കുന്നില്ല. 7 കാര്യം പറയാനാ പറഞ്ഞേ. 7 സുവിശേഷത്തിന്റെ വിശേഷത. അത് ഓമനമാമ വായിര്. പുള്ളിക്കാരി മുമ്പേ വായിക്കാൻ ഒരുങ്ങിയതല്ലേ, കൊടുത്തോട്ടെ. ആട്ടെ, അപ്പോൾ അത് വായിക്കണം. കൊലോസി ലേഖനം 1:3 സുവിശേഷത്തിന്റെ വിശേഷത 7 പ്രത്യാശ തരുന്നതാ. വായിച്ചേ 1:7, 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം മതി. അപ്പോൾ സുവിശേഷത്തിന്റെ 7ാമത്തെ വിശേഷത ഇത് പ്രത്യാശ തരും. ഇതൊക്കെ നിന്ന് പറയണമെങ്കിൽ മണിക്കൂറുകളെടുത്ത് വേറെ പാട്ടുമൊക്കെ ചേർത്ത് ഉപദാഹരണമൊക്കെ പറഞ്ഞാൽ പറയുന്നു. എന്നാലും നിങ്ങൾ ഇത്രയോ നേരം ഇരുന്ന് തന്നതിന് നന്ദി. സുവിശേഷത്തിന്റെ 7ാമത്തെ വിശേഷത ഇത് പ്രത്യാശയുടെ മാർഗമാണ്. എന്തുവാ പ്രത്യാശ? അതൊത്തിരി പറയാനുണ്ട്. 2 കാര്യം പറയാം. 1, നേതാവ് തിരിച്ചു വരും. എല്ലാത്തിനും കൂടെ തട്ടിക്കൂട്ടിയ ചുണ്ടയിട്ട് പോയ നേതാവല്ല, തിരിച്ചു വരുമെന്ന്, തിരിച്ചു വന്ന് തിരുസഭയെ ചേർക്കുമെന്ന്. അതാണ് നമ്മുടെ പ്രത്യാശ. അണികളല്ലേ ഏതിലേലും പോട്ടെന്നല്ല. പോകാൻ നേരത്ത് പറഞ്ഞു, കലങ്ങി പോകരുത് ഹൃദയം, ദൈവത്തിലും എന്നിലും വിശ്വസിച്ചോ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. സ്ഥലമൊരുക്കാൻ പോയി ഞാൻ അവിടെ ഇരിക്കുകയല്ല, തിരിച്ചു വരും. തിരിച്ചു വന്ന് കണ്ടേച്ച് ഫോട്ടോ എടുത്ത് പോകുമല്ല, നിങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് ഏതിലേലും പോടാന്നല്ല, എൻ്റെ കൂടെ ഇരുത്തുവന്ന്. അതല്ലേ പ്രത്യാശ? ഇതാ സുവിശേഷത്തിന്റെ പ്രത്യാശ. യേശു വീണ്ടും വരും, തിരുസഭയെ ചേർക്കും. മാത്രമാണോ, നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരെ ഒരു ദിവസം കാണും. അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവരെ നമ്മൾ കാണും. കാണുന്നത് പട്ടിയായിട്ടും പൂച്ചയായിട്ടും കോഴിയായിട്ടും കൊക്കായിട്ടൊന്നുമല്ല. പട്ടി ഓടിപ്പോ അച്ചാനാന്നാ തോന്നുക, 4 കാലോ. ഇങ്ങോട്ട് വാടി, അമ്മയാന്ന് തോന്നുന്നു വാഴത്തണ്ടേരിക്കുന്നത്, കാക്കയായിട്ടോ. അമ്മ കാക്കയായിട്ട് വല്ല വരുന്ന, അപ്പം പട്ടിയായിട്ടല്ല, പുത്തൻ ശരീരത്തോടാ വരുന്നേ. ഇതാ നമ്മുടെ പ്രത്യാശ. ഒത്തിരി പറയാനുണ്ട്, നിർത്തുക. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ മർത്യമായ അമർത്യത്തെ ധരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്നാ? യേശു വീണ്ടും വരും, കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെല്ലാരും പോകത്തില്ല. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. ഇതാ നമ്മുടെ പ്രത്യാശ. 2 കൂട്ടം കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പൗലോസ് പറയുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ. സുവിശേഷമായി പ്രത്യാശ തരുന്നത്. ഈ പ്രത്യാശയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. പഴയ പാട്ടിൻ്റെ 2 ചരണം. സ്റ്റേജായി ഇരിക്കുന്നവർ എഴുന്നേറ്റു. അത് പാട്ടുകാരവിടെ ഇരുന്നു. നിങ്ങൾക്ക് ചാനിരുന്നു. എഴുന്നേക്കാൻ പറ്റുന്നെങ്കിൽ എഴുന്നേക്ക്. നിങ്ങൾ എഴുന്നേക്കണ്ട. എഴുന്നേക്കാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകും. അപ്പം പോകുന്നവർ പൊക്കും. അപ്പോൾ എനിക്കൊന്ന് കാണുകയും ചെയ്യാം പരിചയക്കാർ വല്ലതും ആണോ എന്ന്. അപ്പോൾ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. 2 ശീലേ പാടുന്നുള്ളൂ. നമ്മളൊരു ദിവസം കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച വിശുദ്ധരെ. ഇവിടെ നമ്മളെ പിരിഞ്ഞു മുന്നബികം ഗമിച്ച വിശുദ്ധരെ. വിവിധ വേളയിൽ മരിച്ചു മൺമർ അകന്നു പോയ വിശ്വസ്തരെ.